സഹായം ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേലോ എൻ്റെ ഭവനത്തിൻ്റെ മേലോ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്നു ദീർഘായുസോടെ ഇരുന്ന് സകല സമൃദ്ധിയും അനുഭവിക്കും. വാരി വിതറി ഞാൻ കൊടുക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമുക്ക് ഒരുമിച്ചിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. വൻ കൃപകളാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകും. വലിയ പ്രവൃത്തികളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് അത്ഭുതത്തിന്റെ സമയമാണല്ലോ. ആമേൻ. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അത്ഭുതമായി സാക്ഷ്യമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവിൻ്റെ പ്രവൃത്തി എല്ലാ മേഖലയിലും നമ്മളെ സാക്ഷ്യമാക്കി മാറ്റും. നമ്മൾ തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. വേറെ ദിവസങ്ങളിൽ നിങ്ങൾ അയച്ച ഒത്തിരി സാക്ഷ്യങ്ങൾ വാട്സാപ്പിലുണ്ട്. പക്ഷെ എനിക്കതൊന്ന് കേൾപ്പിക്കാൻ പറ്റാത്ത ചില തിരക്കുകളായിപ്പോയി. വരും ദിവസങ്ങളിൽ നമുക്കതെല്ലാം കേൾക്കാം. ഇനി സാക്ഷ്യം അയച്ചവർ നിങ്ങളത് കേൾപ്പിച്ചില്ല എങ്കിൽ കഴിവെങ്കിൽ ഒന്നും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുക. ഞാനത് എടുക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കട്ടെ. തുടർച്ചയായി നമ്മൾ വചനം കേൾക്കുന്നല്ലോ. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ആമേൻ. ഇന്നലെ നമ്മൾ പത്രോസ് ലീഹായിലൂടെ കേട്ടു ദൈവരാജ്യത്തിന്റെ സാധ്യതകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നു അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു നമ്മൾ ഇന്നർ മാനെ, പൗലോസ് ലീഹ പറഞ്ഞാൽ അകത്ത മനുഷ്യനെ ഇന്നർ മാനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞല്ലേ. അപ്പോസ്തലനായ പൗലോസ് ലീഹ പറഞ്ഞു സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഞാനൊരു വാക്യം എടുക്കാം. പരിചിതമായ വാക്യമാണ്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിന്റെ അകത്ത് തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു വാക്യമുണ്ട്. ഞാനത് വേഗത്തിലേക്ക് നിങ്ങൾക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ നമ്മൾ 19-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 18 മുതൽ ഞാനിവിടെ വായിക്കാം. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ചൊരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്ന് അവനകത്തു കൊണ്ടുചെന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടു നീക്കി അവൻ കിടക്കയോട് നടുവിൽ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവർ മനുഷ്യന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണേ, നമ്മൾ ഒരിക്കൽ ലൂക്കോസ് ലീഹായുടെ സുവിശേഷം ധ്യാനിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇന്ന് സൗണ്ട് ഓഡിയോ ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, നിങ്ങള് പക്ഷപാതം പിടിച്ചൊരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് അവർ അകത്തു ചെല്ലുന്നത് കണ്ടു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോണേ. പുരുഷാരം ഹേതുവായി നമ്മൾ ഒരിക്കലും ഈ വാക്യം ധ്യാനിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് അതിൻ്റെ അകത്തുനിന്ന് മറ്റൊരു ചിന്തയിലേക്ക് നമുക്കിന്ന് പോകാൻ വേണ്ടി നമ്മുടെ ഇന്നർ മാനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് സ്നാന ശുശ്രൂഷയിലൂടെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ജനനം ഉണ്ടാകുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ആദ്യമായി ഭൂമിയിൽ ജനിച്ച ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ജനിച്ച് വീണ ഉടനെ ആ വ്യക്തിക്ക് ഭാഷ അറിയാവോ? ആ വ്യക്തിക്ക് ആഹാര സാധനങ്ങൾ ഇന്നതെന്നറിയാവോ? ആ വ്യക്തിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നറിയാവോ? ഇല്ല. ഒരു ജനിച്ച് വീണ കുഞ്ഞിന് ഇതൊന്നും അറിയത്തില്ല. ഇപ്പൊ ഈ കുഞ്ഞ് ഇതെല്ലാം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? കുഞ്ഞ് എന്ത് ചെയ്യണം? വളരണം. ഒരു ഉത്തരം സഹോദരി കറക്റ്റായിട്ട് പറഞ്ഞു. വളരണം എന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷെ പഠിക്കണം.
നോക്കിക്കേ, നിങ്ങൾക്ക് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ എനിക്ക് തോന്നുന്നു എൻ്റെ കുഴപ്പമല്ല. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ സൗണ്ട് നിങ്ങളുടെ പ്രശ്നമാണ്. കാരണം ദൈവകൃപയാൽ നമുക്ക് ദൈവം ഏറ്റവും ബെസ്റ്റ് നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ എനിക്കിവിടെ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നെറ്റ് നല്ല ക്ലിയർ ആണ്. ആമേൻ. അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക. നെറ്റ്വർക്കിൻ്റെ ഇവിടെ പ്രോബ്ലം അല്ല, അത് നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമായിരിക്കാം സഹോദരങ്ങളെ. അങ്ങനെ ക്ലിയർ അല്ലാത്തവരൊന്ന് ജസ്റ്റ് നോക്കിക്കോണേ. ഇവിടെ നോക്കിക്കേ, നമ്മൾ പഠിക്കണം. ഒരു കുഞ്ഞ് അതിനെ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം. രണ്ട് കാര്യമാണ്, കുഞ്ഞ് പഠിക്കണം, അതിനെ പഠിപ്പിക്കണം. ഇത് രണ്ടുമാണ് വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇപ്പൊ നിങ്ങളൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന്, ഇപ്പൊ പറഞ്ഞല്ലോ വളരണം എന്ന് പറഞ്ഞല്ലോ, ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ടുവന്ന് കാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് മനുഷ്യനുമായിട്ട് ബന്ധമില്ല, ലോകവുമായിട്ട് ബന്ധമില്ല. അത് മൃഗങ്ങളുടെ കൂടെ വളർന്നെങ്കിൽ അതിനൊരിക്കലും വളർന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയത്തില്ലേ, മാട് പോലെ വളർന്നു എന്ന് പറയത്തില്ലേ, അത് വളർന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ നേച്ചർ മൊത്തവും മനുഷ്യന്റെ നേച്ചർ അല്ല. അത് കാട്ടിൽ വളർന്നതുകൊണ്ട് കാട്ടിൽ ജീവിച്ചു വരുന്ന മൃഗങ്ങളോട് ചിലപ്പോൾ എന്ത് ചെയ്യും, സമാന രീതിയിൽ അത് വളരും അല്ലേ. അത് ചിലപ്പോൾ അതിന് ലാംഗ്വേജ് കാണത്തില്ല, കാട്ടിലെ ഒരു ഭാഷയായിരിക്കാം, മൃഗങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ ചില ശബ്ദങ്ങളായിരിക്കാം. അപ്പോൾ മനുഷ്യന് വളർന്നാൽ മാത്രം പോരാ, പഠിക്കണമെങ്കിൽ പഠിപ്പിക്കണം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു വാക്ക് ഇങ്ങനെയുണ്ട്, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, he saw our faith, he saw his faith എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തെ യേശു കണ്ടു. കർത്താവ് അവരുടെ വിശ്വാസത്തെ കണ്ടു. അപ്പൊ കർത്താവ് ആ വിശ്വാസത്തെ കണ്ടിട്ട് എന്താണ് അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അവരുടെ വിശ്വാസത്തെ കണ്ടിട്ട് ആ വിശ്വാസം പ്രതി കർത്താവ് അവിടെ അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്കറിയാം, ബൈബിളിൽ പലയിടങ്ങളിൽ പല തവണ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്യമുണ്ട്. യേശു പറഞ്ഞുകൊണ്ട്, നിന്റെ അല്പവിശ്വാസം വലിയ വിശ്വാസം. അപ്പൊ രണ്ട് തരത്തിൽ യേശു ക്രിസ്തു അതിനെ പറയുന്നുണ്ട്. അല്പവിശ്വാസികളെ, മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് നിന്റെ വിശ്വാസം വലിയത്. അടുത്ത ഭാഗത്ത് ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരണമേ എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ടല്ലേ. ആമേൻ. അപ്പൊ അങ്ങനെയെങ്കിൽ വിശ്വാസം, ചെറിയ വിശ്വാസവും ഉണ്ട്, വളരെ വിശ്വാസവും ഉണ്ട് അല്ലേ. ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, വെൻ ഹി സോ ദെയർ ഫെയ്ത്ത്. നോക്കിക്കേ, വെൻ ഹി സോ ദെയർ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു അവരുടെ വിശ്വാസത്തെ കണ്ടു. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, രണ്ട് രീതിയിലുണ്ട് വിശ്വാസം. വളരുന്ന വിശ്വാസമുണ്ട് അല്ലേ. നമുക്ക് പലപ്പോഴും നമ്മുടെ വിശ്വാസം വളരണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ യേശുവിലേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞു കൊച്ചിനെ പോലെയാണ് നിങ്ങളുടെ ആത്മമനുഷ്യൻ. നമ്മൾ കറക്റ്റ് ഈ ഭൂമിയിൽ എങ്ങനെയാണോ ഒരു മനുഷ്യൻ വളരുന്നത്, ആ വളരുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ആത്മമനുഷ്യനും. ഞാനത് പിന്നീടാണ് എനിക്കത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ഈ വ്യക്തിക്ക് നമ്മൾ ഫീഡ് ചെയ്യണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ലീഗ പറഞ്ഞത്, വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. അപ്പൊ എന്താണ് ഈ വചനം? പഠിപ്പിച്ചു കൊടുക്കുക. ദൈവരാജ്യത്തിന്റെ രീതികൾ, ദൈവരാജ്യത്തിന്റെ കൾച്ചറുകൾ, ദൈവരാജ്യത്തിന്റെ ലാംഗ്വേജുകൾ, ഇതെല്ലാം നമ്മൾ ആത്മമനുഷ്യനെ പഠിപ്പിക്കുക വചനത്തിലൂടെ. ഇവിടെ നോക്കിക്കേ, അപ്പൊ യേശു ക്രിസ്തു അവരുടെ വിശ്വാസത്തെ കണ്ടു. അപ്പൊ യേശു ക്രിസ്തു കണ്ടിട്ട്, അപ്പൊ അവരോട് കർത്താവ് പറഞ്ഞില്ല അല്പവിശ്വാസികളെ എന്ന് യേശു വിളിച്ചില്ല. പകരം അവരുടെ വിശ്വാസം കണ്ടിട്ട്, നോക്കിക്കേ, അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ വ്യക്തിയുടെ പാപത്തെ മോചിപ്പിച്ചു. താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ആ വ്യക്തിയെ സൗഖ്യമാക്കി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വളർത്തണം. വിശ്വാസത്തെ എങ്ങനെ വളർത്തുക എന്ന് വെച്ചാൽ, വിശ്വാസം വളരണമെങ്കിൽ എന്തു വേണം? നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. വിശ്വാസം വളരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. എന്താണെന്നറിയാവോ? ഒന്ന് പറഞ്ഞേ. ഓക്കെ, വചനം കേട്ടു, വചനം പഠിച്ചു, അതവിടെ നിൽക്കട്ടെ. വചനം ഉണ്ട്, നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, വചനം പഠിച്ചു. പക്ഷെ വിശ്വാസത്തെ വളർത്തണമെങ്കിൽ എന്തു വേണം? ഇനി ശ്രദ്ധിച്ചോണെ, വിശ്വാസത്തെ വളർത്തണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം നമുക്ക് ആവശ്യമാണ്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം കൂടാതെ പറ്റത്തില്ല. നിങ്ങൾക്കിപ്പം മനുഷ്യന് ഹൃദയമില്ല എങ്കിൽ ജീവിക്കാൻ കഴിയത്തില്ല അല്ലേ. മനുഷ്യൻ ജീവിക്കുന്നത് ഹൃദയം ഉള്ളത് കൊണ്ട് അല്ലേ. അവന്റെ ഹൃദയം പമ്പ് ചെയ്യുന്നു. നമുക്കറിയാം, പെട്ടെന്ന് ഒരു മനുഷ്യന് അറ്റാക്ക് വരുമ്പോൾ, ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അവന്റെ ഹൃദയം സ്തംഭിച്ചു പോകുമ്പോൾ അവൻ മരിക്കും.
നമ്മുടെ കയ്യോ കാലോ തട്ടുവോ ഒടിയോ മുറിയോ ഒക്കെ ചെയ്താൽ നമ്മൾ ജീവിക്കും അല്ലേ? നമ്മുടെ കണ്ണിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ജീവിക്കും, കാലിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ജീവിക്കും, കയ്യോ കാലോ എവിടെയെങ്കിലും തട്ടുവോ മുട്ടുവോ മുറിയോ ചെയ്താലും നമ്മൾ ജീവിക്കും. പക്ഷെ നമ്മുടെ ഹാർട്ട് നിന്നു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു വ്യക്തിയുടെ ഹാർട്ട് ബ്ലോക്ക് ആകുകയും ഹാർട്ട് പമ്പ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ പിന്നെ ആ വ്യക്തിക്ക് നിലനിൽക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാന ഘടകം ഹാർട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, ബ്രെയിൻ ഡെത്ത് ആയാൽ പോലും ആൾക്കാർ എന്ത് ചെയ്യും? ആ കിടന്ന കടിയിൽ എന്ത് ചെയ്യും? ജീവൻ നിലനിൽക്കും അല്ലേ? അയാൾക്കൊരു ജീവനുണ്ട്. എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ബ്രെയിൻ ചിലപ്പോൾ വർക്ക് ആയേക്കാം. ആ ബ്രെയിൻ ഡെത്തായി പോയാൽ പോലും ചിലപ്പം കോമ സ്റ്റേജിൽ കുറെ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വാർത്ത കാണാറില്ലേ, വർഷങ്ങൾക്ക് ശേഷം ചില വ്യക്തികൾ എണീറ്റു. നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ, വെന്റിലേറ്ററിൽ ബ്രെയിൻ ഡെത്തായി പോയ ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റിന്റെ അകത്ത് ഡോക്ടർമാർ പറഞ്ഞു ആ വെന്റിലേറ്റർ ഊരാൻ വേണ്ടി പോവാണ്, അവൻ മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ ആ സഹോദരി വിശ്വാസത്താൽ അവന്റെ ചെവി കീഴെ പോയി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നില്ല, നീ മരിക്കത്തില്ല, ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. പിറ്റേ ദിവസം വെന്റിലേറ്റർ ഓഫ് ചെയ്തപ്പോൾ ഡോക്ടർ അതിശയിച്ചു പോയി, അവൻ മരിച്ചില്ല. അവന്റെ ഹാർട്ട് ബീറ്റ്, അവന്റെ ബ്രെയിൻ വർക്കാകാൻ തുടങ്ങി, അവൻ സെൻസ് ചെയ്യാൻ തുടങ്ങി, അവന്റെ ശരീരഭാഗങ്ങൾ ചലിക്കുവാൻ തുടങ്ങി, അവൻ ആഹാരം കഴിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. കണ്ടോ? അവന്റെ ശവാടക്ക് എടുത്ത് റെഡിയാക്കിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ ആ സാക്ഷ്യം കേട്ടായിരുന്നില്ല. ആ സഹോദരി ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴും സാക്ഷ്യമെല്ലാം ഓർത്തിരിക്കും. എല്ലാമല്ല, എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന സാക്ഷ്യങ്ങൾ എല്ലാ സാക്ഷ്യവും അങ്ങനെ തന്നെയാണ്. എങ്കിലും ചിലത് നമ്മളെ സ്പർശിക്കുമല്ലോ. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? അപ്പൊ ഒരു വ്യക്തിയുടെ ഹാർട്ട് ബ്രേക്ക് ആയാൽ ആ വ്യക്തിയുടെ ജീവൻ നിൽക്കത്തില്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ഹാർട്ടാണ് ഫെയ്ത്ത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. വിശ്വാസമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യന്റെ ഹാർട്ടാണ് വിശ്വാസം. എൻ്റെ കൂടെ പറഞ്ഞ്, മനുഷ്യന്റെ ഹാർട്ടാണ് വിശ്വാസം എന്ന് പറഞ്ഞു. ഇതാണ് ബൈബിളിൽ പലയിടങ്ങളിൽ പറയുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ ജീവിക്കും. ഇങ്ങനെ പലയിടങ്ങളിൽ വിശ്വാസം. പക്ഷെ ഈ വിശ്വാസത്തെ നിങ്ങൾ വളർത്തിയില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങൾക്ക് വളരുവാൻ കഴിയത്തില്ല. അപ്പൊ എങ്ങനെയാണ് വിശ്വാസത്തെ വളർത്താൻ കഴിയുന്നത്? നമുക്കിവിടെ തന്നെ നോക്കാം. യേശുക്രിസ്തുവിലേക്ക് ഈ 4 പേര് ചുമന്നുകൊണ്ട് വരും അല്ലേ? യേശുക്രിസ്തുവിലേക്ക് ഈ വ്യക്തിയെ ചുമന്നുകൊണ്ട് വരുമ്പോൾ യേശുക്രിസ്തു അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ പെരയ്ക്കകത്തോട്ട് കയറാൻ കഴിയാതെ വണ്ണം വലിയ ജനക്കൂട്ടത്താൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇവര് മേൽക്കൂര പൊളിച്ച് ഈ 4 പേര് കൂടി എന്ത് ചെയ്തു? ഈ മനുഷ്യനെ താഴേക്ക് ഇറക്കിയപ്പോൾ യേശു നോക്കിയപ്പോൾ പെര പൊളിഞ്ഞെന്നോ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം നോക്കിയപ്പോൾ ശീമോന്റെ ഭവനം തകർന്നുവെന്നോ, അവന്റെ ഓട് പൊളിഞ്ഞെന്നോ, കട്ടള പോയെന്നോ എല്ലാവരും നോക്കിയപ്പോൾ ബൈബിൾ പറയുന്നു, when he saw their faith, യേശു നോക്കിയത് അവരുടെ വിശ്വാസമാണ്. കണ്ടോ? നമ്മളൊക്കെയാണ് നോക്കിയാനെ, എന്തോ നല്ല പെരയായിരുന്നു, ആ പെര പൊളിച്ചു. എന്ത് ദുഷ്ടന്മാരല്ലേ? ആ കട്ടള പൊളിച്ചു, ലോൺ എടുത്ത് പണിതായിരിക്കാം, കഷ്ടപ്പെട്ട് പണിതായിരിക്കാം. നമ്മുടെ നോട്ടം മൊത്തം അങ്ങോട്ടാ പോയത്. പക്ഷെ യേശുവിന്റെ നോട്ടം മൊത്തം പോയത് അവരുടെ വിശ്വാസത്തിലേക്ക്. കണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചെറിയ വിശ്വാസം, വലിയ വിശ്വാസം. യേശു തന്നെ പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം വലിയത്. അല്പ വിശ്വാസികളെ, വേർ ഈസ് യുവർ ഫെയ്ത്ത് എന്നിങ്ങനെ പലയിടങ്ങളിൽ ചോദിക്കുന്നുണ്ട്. ഇനി വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിശ്വാസത്തിന്റെ ആക്ഷനുകളിലൂടെയാണ് നാം വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്നത്. നോക്കിക്കേ, കൃപാവരം ജ്വലിപ്പിക്കുന്നത് കൃപാവരം ഉപയോഗിക്കുന്നതിലൂടെയാണെങ്കിൽ, വിശ്വാസത്തെ നമ്മൾ വളർത്തുന്നത് ഫെയ്ത്തിന്റെ ആക്ഷനുകളിലൂടെയാണ്. ശ്രദ്ധിച്ചേ, ഫെയ്ത്തിന് ആക്ഷനുകളുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവർക്ക് ആ 4 പേരെ ചുമന്നുകൊണ്ട് വന്നാൽ യേശു അവനെ സൗഖ്യമാക്കുമെന്ന് അവർ വിശ്വസിച്ചിട്ട് ആ പെരയ്ക്കകത്ത് കിടന്ന മനുഷ്യനോട് പറഞ്ഞില്ല, സഹോദരാ യേശു അങ്ങ് ഇരിപ്പുണ്ട്, നീ പ്രാർത്ഥിക്കുക, നിന്നെ യേശു വിടുവിക്കുമെന്ന് പറഞ്ഞില്ല. അവരൊരു എക്സ്ട്രാ ഫെയ്ത്തിനെ ബിൽഡ് ചെയ്തു. നോക്കിക്കേ, അവർക്കൊരു എക്സ്ട്രാ ഫെയ്ത്തിനെ ബിൽഡ് ചെയ്തു. എങ്ങനെയാണെന്നറിയാവോ? അവർ ഓരോ വിശ്വാസത്തിനും നമുക്കറിയാം, ഒരു 4 പേര് കൂടി കിലോമീറ്ററുകൾ അപ്പുറമായി ഒരു മനുഷ്യന് ഓട്ടോറിക്ഷയില്ല, ആംബുലൻസ് ഇല്ല, കാറില്ല, ബസ്സില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റ് ഇല്ല, ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ബൈബിൾ പറയുന്നു അവരെ ചുമന്നുകൊണ്ടുവന്നു. കണ്ടോ? ഒരു പക്ഷപാത പിടിച്ചൊരു മനുഷ്യനെ അപ്പൊ കട്ടിലിന്റെ വെയിറ്റ് അവർക്കുണ്ട്. നല്ല ഒന്നാന്തരം കട്ടിലിന്റെ വെയിറ്റ്
അതുകൂടാതെ തളർന്നു കിടക്കുന്ന മനുഷ്യന്റെ വെയിറ്റ്, ഇതൊന്നും വകവെക്കാതെ ഈ 4 പേര് യേശുവിനെ അടുക്കലേക്ക് ഈ വ്യക്തിയെ ചുമന്നുകൊണ്ട് വരികയും, അത് മാത്രമല്ല വീടിന്റെ പൊക്കത്ത് വലിഞ്ഞു കയറി, എന്നാ റിസ്ക് അല്ല എടുത്തത്, വീടിന്റെ പൊക്കത്ത് വലിഞ്ഞു കയറി മേൽക്കൂര പൊളിച്ച് ആ വ്യക്തിയെ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുക. നോക്കുകയെ. അപ്പൊ വിശ്വാസത്തിന്റെ ആക്ഷനുകളെ നിങ്ങൾ ഉപയോഗിക്കണം. പലരും ഇങ്ങനെ പറയാറുണ്ട്, ബ്രദറെ എനിക്ക് രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് രോഗസൗഖ്യ ശുശ്രൂഷ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യങ്ങൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? ആമേൻ. പലരും പറയും, ബ്രദറെ എനിക്കൊരു കൈവപ്പ് ശുശ്രൂഷ തരാവോ? കാര്യം എനിക്ക് രോഗശാന്തി വരത്തിലും രോഗശാന്തി അല്ല രോഗസൗഖ്യ വരത്തിലും എനിക്ക് പ്രവചന വരത്തിലും ബ്രദർ ഉപയോഗിക്കപ്പെടുന്നത് പോലെ എനിക്ക് ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ട്, ഒരു കൈവപ്പ് എനിക്ക് തരുമോ എന്നൊക്കെ. ഞാൻ സാധാരണ എല്ലാവർക്കും കൈവപ്പ് കൊടുക്കാറുണ്ട്. പക്ഷെ ഈ കൈവപ്പ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ഈ പകരപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ ഈ കൃപാവരം പല രീതിയിലുണ്ട്. കൃപാവര ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് ഈ പ്രവചന വര ശുശ്രൂഷകൾ പല രീതിയിലുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്നതാണ് എല്ലാമെങ്കിൽ പോലും. ഒന്ന് യേശുക്രിസ്തുവിൽ ജനിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഞാൻ നാളെ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ജനനം. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇങ്ങനെ പോട്ടെ. അപ്പൊ നിങ്ങളുടെ അകത്തേക്ക് ഒരു കൈവപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫെയ്ത്തിനെ വളർത്തണം. നിങ്ങളുടെ വിശ്വാസം, ഒരു കുഞ്ഞു കൊച്ചു ആണ് നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മമനുഷ്യൻ. ഈ വ്യക്തിയെ ഡെവലപ്പ് ചെയ്തെടുക്കുക നമ്മൾ. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ആ വ്യക്തിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന എല്ലാ വരങ്ങളും ആപ്ലിക്കബിൾ ആവും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ മേൽ കൈവച്ച്, കർത്താവെ ഇന്നൊരു വലിയൊരു പകർച്ച ഉണ്ടാകട്ടെ, ഇമ്പാർട്ടേഷൻ ഉണ്ട് ബൈബിളിൽ, ഉറപ്പായിട്ടും ഉണ്ട്. ഇത് പകർന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരുന്ന് ഇനി കർത്താവെ എനിക്ക് ബ്രദർ ഉപയോഗിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രദർമാർ ഉപയോഗിക്കുന്നത് പോലെ എനിക്കും ഉപയോഗിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉപയോഗിക്കപ്പെടത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ഫെയ്ത്തിന്റെ ആക്ഷനിലേക്ക് പോകണം. വിശ്വാസത്തിന് വളരണമെങ്കിൽ വിശ്വാസത്തിന്റെ ആക്ഷനിലേക്ക് പോകണം. നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യം എടുക്കാം, നോക്കിക്കോണേ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമായിരിക്കുന്നത് പോലെ ആത്മാവില്ലാത്ത ശരീരം അത്ര. അങ്ങനെയെന്ന് ബൈബിളിൽ പറഞ്ഞു. അതായത് ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്ര, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു. അതായത് ഒരു ഡെഡ് ബോഡിക്ക് ആത്മാവില്ലെങ്കിൽ അത് നിർജീവമാണ്. ഡെഡ് ബോഡിക്ക് ഡെഡ് എന്ന് പറയാൻ കാരണം അതിന്റെ ആത്മാവ് പോയി, അത് ഡെഡാണ്. ഇതേപോലെ പ്രവൃത്തിയില്ല എങ്കിൽ വിശ്വാസം ഡെഡാണ്. ആമേൻ. വിശ്വാസം, ഞാൻ ആ വാക്യം എടുക്കാവേ, സൗകര്യന്മാർ ആ വാക്യം കാണിക്കുന്നുണ്ടല്ലേ. ജെയിംസ് അല്ലെങ്കിൽ യാക്കോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നിങ്ങൾ നോക്കി. നിങ്ങളുടെ വിശ്വാസം മരിച്ച വിശ്വാസമുണ്ട്. വിശ്വാസം മരിക്കുന്നതാണ് കേട്ടോ, ശ്രദ്ധിച്ചോണേ. വിശ്വാസം മരിച്ചു പോകും. എപ്പോഴാണെന്നറിയോ? നോക്കിക്കേ, ഈ വാക്ക് നോക്കിയാൽ മതി. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾ അതേ അർത്ഥത്തിൽ എടുക്കരുത്, ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ. നോക്കിക്കേ, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാതെയാകയാൽ സ്വതവേ നിർജീവമായി പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തിന് എന്തു വേണം? പ്രവൃത്തി ഇല്ലെങ്കിൽ ഇത് നിർജീവമായി പോകും. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, അരിക്കലത്തിലൊക്കെ പോയി കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ പറയും ഇത് വർദ്ധിച്ചു വരട്ടെ. എലീശയുടെ കാലഘട്ടത്തിൽ ആ മകളുടെ എണ്ണ വർദ്ധിച്ചതുപോലെ എൻ്റെ അരിക്കലത്തിന്റെ അകത്ത് അരി വർദ്ധിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്നാ സംഭവം എന്നറിയാവോ? ഈ അരി വരണമെങ്കിൽ എന്ത് വേണം? വരുമാനം വർദ്ധിക്കണം. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയാവോ? നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ വരുമാന മാർഗങ്ങളുടെ മേൽ വർധനമുണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണം, എനിക്ക് വന്നത് ആ ഒരു ഇംഗ്ലീഷ് വാക്ക് കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് നന്നായിട്ട് അവർ, ഒരു മിനിറ്റ്, ഞാനൊരു വാക്യം നിങ്ങളെ ഇപ്പൊ കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. അപ്പൊ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമായിരിക്കുന്നത് പോലെ, നോക്കിക്കേ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, അതിന് ജീവനില്ല. ഇതേപോലെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ഏത് മേഖലയ്ക്കകത്താണോ നിൽക്കുന്നത് അവിടെ ചില പ്രവൃത്തികൾ ഉണ്ടാകും. നിങ്ങൾ നോക്കിയേ, ഈവൻ സോ ദ ഫെയ്ത്ത് ഇറ്റ് ഈസ് ഹാഡ്. ഒരു 1 സെക്കൻഡ്, ഒരു മിനിറ്റ്.
നമ്മുടെ ലൈവ് ഒന്ന് കട്ടായി. ഒരു സെക്കൻഡ്. ഓക്കെ, നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണ്? ഇവിടെ ഓഡിയോ കിട്ടുന്നുണ്ടോ? ലൈവ് ഒന്ന് കട്ടായി പ്ലീസ്. ഓക്കെ, ഇവിടെ നോക്കിയേ, നമ്മുടെ ഫെയ്ത്തിനെ പറ്റി ബൈബിൾ തന്നെ പറയുന്ന ഒരു വാക്കാണ്. അവിടെ നിങ്ങൾ നോക്കിയേ, നമ്മൾ അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാതെ ആകയാൽ സ്വതവേ അത് നിർജീവമായി പോവും. ആമേൻ. അത് ഇംഗ്ലീഷ് വാക്കാണ് ഹിസ് ഡെഡ് ബീയിങ് അലോൺ. നിങ്ങളുടെ വിശ്വാസം മരിച്ചു പോകും, ചത്തുപോകും എന്നാ പറഞ്ഞു. കണ്ടോ, പലപ്പോഴും നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ആക്റ്റീവ് ആക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം അവിടെ ഡെഡായി പോകുമെന്ന് ബൈബിൾ പറയുന്നു. ആമേൻ. അപ്പൊ പ്രവൃത്തി, അപ്പൊ അവരെന്ത് ചെയ്തു? അവർ യേശു സൗഖ്യമാക്കുമെന്ന് വിശ്വസിച്ചവർ മാത്രമല്ല, അവർ അവരുടെ വിശ്വാസത്തെ മരിക്കുവാൻ അനുവദിച്ചില്ല. എന്റെ കൂടെ പറഞ്ഞാട്ടെ, എന്റെ വിശ്വാസത്തെ ഞാൻ മരിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് പറ. എന്റെ വിശ്വാസത്തെ ഞാൻ മരിക്കുവാൻ അനുവദിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ എങ്ങനെ വിശ്വാസം മരിക്കുന്നത്? അപ്പൊ എങ്ങനെ വിശ്വാസം ഞാൻ പറയുന്ന വാക്കല്ല, ആ പദം നിങ്ങൾ നോക്കിക്കേ. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് പറയുന്നതിന്റെ അകത്ത് ഇംഗ്ലീഷ് വേർഡ് നോക്കിയാൽ കാണാൻ പറ്റും, ഈസ് ഡെഡ് ബീയിങ് അലോൺ കൊടുത്തേക്കുന്നത്. അത് മരിച്ചുപോയ അവസ്ഥയെന്നാ പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് പ്രവൃത്തി ഇല്ല എങ്കിൽ. അപ്പൊ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്താ നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് പഴയ നിയമത്തിലൊരു വാക്യം എടുക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യമാണ്. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏദോം രാജാവുമായി പുറപ്പെട്ടു. അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെ ആയി. അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനാണോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോഫാത്ത്, നാം യഹോവയുടെ അരുളിപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുവൻ, ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച യാഫാത്തിന്റെ മകനായ ഏലീശ ഇവിടെയുണ്ട്. നിങ്ങൾ നോക്കിയേ, നമ്മൾ പലപ്പോഴും നിങ്ങൾക്ക് ഞാൻ ഈ ശുശ്രൂഷ ലെവലിലൊക്കെ എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നൊരു വാക്യമാണ്, നിങ്ങളെല്ലാവരും ശുശ്രൂഷ, നിങ്ങളൊരു ദൈവദാസനെയോ ഒരു ബ്രദറിനെയോ കർത്താവിന്റെ നാമത്തിൽ അനുസരിക്കുന്നത് വലിയ അനുഗ്രഹമായിട്ട്. ഇവിടെ നിങ്ങൾ പറഞ്ഞു നോക്കിക്കേ, ഏലിയാവിനുമായിട്ട് തട്ടിപ്പിരിഞ്ഞ ഏലീശ എന്നല്ല പറഞ്ഞേക്കുന്നത്, ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത. അതിന്റെ അർത്ഥം ഏലിയാവിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു പകർച്ച ലഭിച്ചതിന്റെ കാരണം ഏലീശ കീഴ്പ്പെട്ടിരുന്നു. ഈ പലരുടെ ജീവിതത്തിലും പല അനുഗ്രഹങ്ങളും തടസ്സപ്പെട്ടു പോകുന്നതിന്റെ കാര്യം എന്നറിയാവോ? ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് കീഴ്പ്പെടത്തില്ല, നെകളം കയറും. അവരെക്കാൾ വലിയൊരാളായെന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോൾ വരുന്നു, ആ നിമിഷം മുതൽ സാത്താൻ നിങ്ങളെ കൺട്രോൾ ചെയ്യുവാൻ തുടങ്ങും. വളരെ സൂക്ഷിക്കണം. ഇത് വന്നുകൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ നോക്കി, അവിടെ തന്നെ ആൾക്കാർ പറയാണ്, ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത യാഫാത്തിന്റെ മകനായ ഏലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവന്റെ പക്കൽ യഹോവയുടെ അരുളിപ്പാട് ഉണ്ട് എന്ന് യാഫാത്ത് പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, വാക്യം നോക്കിക്കേ. യാഫാത്ത് പറഞ്ഞു, ഏലീശ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, താഴോട്ട് ഞാൻ വരുമ്പോൾ പറയാൻ പറ്റും. ഏട്ടാ, ഞാൻ ആ സന്ദർഭം നമുക്കിന്ന് വിശ്വാസത്തിന്റെ ആക്ഷൻ മാത്രം എടുക്കുന്ന ഒത്തിരി വാക്യത്തോട് ഞാൻ പോകുന്നില്ല. അവസാനം എന്ത് ചെയ്തു? ഏലീശയുടെ മറുപടി നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, ആ വാക്യം മുഴുവൻ. നമുക്കിന്ന് ഇത് മാത്രം മതി, വിശ്വാസത്തിന്റെ ആക്ഷനാണ്. അതിന് ഏലീശ അരുളിപ്പാട് പറയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, യഹൂദ രാജാവായ യഹോഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞ് വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, എന്നാൽ നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കുവാൻ തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഞാൻ ചോദിച്ചോട്ടെ, 7 ദിവസമായിട്ട് അവർക്ക് വെള്ളമില്ല. 7 ദിവസമായിട്ട് അവർ മൃഗത്തിന് വെള്ളമില്ല, മനുഷ്യന് വെള്ളമില്ല. രാജാക്കന്മാർ സ്വയമേ പറയാൻ തുടങ്ങി, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഇവിടെ മോവാബരുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കപ്പെടുമെന്ന് അവർ സ്വയം പറയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നോക്കിക്കേ, അവർ സ്വന്തമായിട്ട് പറയാൻ തുടങ്ങി. അപ്പൊ അത്രത്തോളം ദാഹിച്ച് വെള്ളം കിട്ടാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകൻ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് പറയുക, നാളെ എന്തുണ്ടാവും?
നോക്കിക്കേ, നാളെ ഇവിടെ എന്തുണ്ടാവും? താഴ്വരയിൽ വെള്ളം ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല. നല്ല പ്രവചനം അല്ലേ? കാറ്റും അടിക്കത്തില്ല, മഴയും വരത്തില്ല, പക്ഷെ വെള്ളം കാണും. ഇപ്പൊ കാറ്റുമില്ല, മഴയും ഇല്ലാതെ എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് വെള്ളം വരുന്നത്? എങ്ങനെ വെള്ളം വരും? ഇത് കേട്ടിട്ട് അവര് ഹാലേലിയ പറഞ്ഞില്ല. പ്രവാചകൻ പറയാണ്, ആദ്യം എന്ത് ചെയ്യണം? കുഴി വെട്ടണം. കണ്ടോ? ആദ്യം താഴ്വരയിൽ പോയി കുഴി വെട്ടുക. അപ്പൊ വെള്ളം വന്നതിന് ശേഷമാണ് അവർ കുഴി വെട്ടിയത്? വെള്ളം വരുന്നതിന് മുമ്പാണ് കുഴി വെട്ടിയത്? വെള്ളം വരുന്നതിന് മുമ്പ്. വെള്ളം വരുന്നതിന് മുമ്പ്. ഞാൻ ചോദിച്ചോട്ടെ, വെള്ളം വരുമെന്ന് എന്നാ ഉറപ്പ്? വെള്ളം വരുമെന്നുള്ള ഉറപ്പാണ് കുഴി വെട്ടുന്നത്. കണ്ടോ? വെള്ളം വരും എന്നുള്ള ഉറപ്പ് വെള്ളം വന്നതിന് ശേഷം കുഴി വെട്ടുന്നതല്ല, വെള്ളം വരുന്നതിന് മുമ്പ് കുഴി വെട്ടുന്നതാണ് വിശ്വാസം. കണ്ടോ? നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വിശ്വാസത്തിന്റെ ആക്ഷനുകളെ ചെയ്യുവാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവര് ആ തളർവാദ രോഗി സൗഖ്യമായ വ്യക്തിയെ കൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതല്ല. പകരം എന്ത് ചെയ്തു? അവർ ആ തളർവാദ രോഗിയെ എടുത്തോണ്ട് വരിക. എടുത്തോണ്ട് വരുമ്പോ അവരുടെ അകത്ത് പരസ്പരം ഈ 4 പേരും പറയാ, ആ കിടക്കുന്ന കിടപ്പ് രോഗി, മൊത്തം 5 പേര്, 5ാമനായ രോഗിയോട് പറയാ, സഹോദര, ഇന്ന് നിന്നെ ഞങ്ങൾ ചുമന്നോണ്ട് വരികയാണ്, തിരിച്ച് നമ്മൾ 5 പേരും നടന്നു പോകും. കണ്ടോ? ഇന്ന് നിന്നെ ചുമന്നോണ്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തിരിച്ച് ഞങ്ങൾ നടന്നു പോകും. ആദ്യം നിങ്ങൾ കുഴി വെട്ടണം. വെള്ളം കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവിൻ. ഹല്ലേലൂയ. നോക്കിക്കേ, അനേക കുഴികൾ ആദ്യം വെട്ടിയാൽ ബൈബിൾ പറയുന്നു കാറ്റ് കാറ്റ് കാണത്തില്ല, മഴ പെയ്യത്തില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളും കുടിക്കും, നിങ്ങളുടെ ആട് മാടുക മൃഗങ്ങളും കുടിക്കുവാൻ തക്കവണ്ണം താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയും. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ വിശ്വാസത്തിന് ചില ആക്ഷനുകളെ ചെയ്യുമ്പോൾ, നമ്മളിവിടെ നോക്കിയേ, പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയം വെള്ളം ഏദോം വഴി വരുന്നത് കണ്ട് ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. ഓ ഹല്ലേലൂയ. നോക്കിക്കേ, ദേശത്ത് വെള്ളം കൊണ്ട് നിറഞ്ഞു. കാറ്റ് കണ്ടില്ല, മഴ വന്നില്ല, പക്ഷെ അവിടെ എന്തു സംഭവിച്ചു? പിറ്റേന്ന് ഭോജനയാഗ സമയത്ത് വെള്ളം ഏദോം വഴി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. കണ്ടോ? അപ്പൊ കുഴി കുത്തിയില്ലായിരുന്നെങ്കിലോ ആ വെള്ളം മൊത്തം ഒഴുകിപ്പോയേനെ, ഉപയോഗമില്ലാതെ വന്നേനെ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഡെഡായി പോകും. യൂട്യൂബിൽ ലൈവിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രയറിന്റെ ലിങ്ക് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് സൂമിൽ ലൈവായിട്ട് പ്രവേശിക്കാമെന്നാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. അപ്പോൾ നിങ്ങൾ രോഗശാന്തി കൃപാവരത്തിൽ, സൗഖ്യ കൃപാവരത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ, ബ്രദറെ എനിക്ക് മിറക്കിൾ മണി വേണം ബ്രദർ, എൻ്റെ കടഭാരമൊക്കെ മാറണം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല പ്രിയരെ. കുഴി കുത്തണം. ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പൊ പ്രവാചകൻ പറയാം, നാളെ വെള്ളം കാണും, സ്വോത്രം, വെള്ളത്തിനായ സ്വോത്രം എന്നും പറഞ്ഞിരുന്നില്ല. വിശ്വാസത്തെ മരിപ്പിക്കാതെ വിശ്വാസത്തെ ചലിപ്പിക്കണം. ഞാനൊരു കാര്യം പറയാം. ഈ ഡെഡ് ബോഡിയുടെ പ്രത്യേകത എന്തുവാ ഒന്ന് പറയാമോ? ഡെഡ് ആയി പോയ ബോഡിയുടെ പ്രത്യേകത എന്തുവാ? ഡെഡ് ബോഡിയുടെ പ്രത്യേകത, അത് ഡെഡാണ്, ചലിക്കത്തില്ല അല്ലേ? അതിന് അനങ്ങാൻ കഴിയത്തില്ല. പക്ഷെ ജീവനുള്ളത് ചലിക്കും. നിങ്ങളുടെ വിശ്വാസത്തിന് ജീവനുണ്ടെങ്കിൽ നിങ്ങൾ ഫെയ്ത്തിന്റെ ആക്ഷനുകളെ ചെയ്യും. ഹല്ലേലൂയ. ബ്രദറെ, എനിക്ക് യേശു സൗഖ്യമാക്കുമെന്ന് ഭയങ്കര ഉറപ്പാ, പക്ഷേ രോഗികളെ കർത്താവെ സൗഖ്യമാക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യൂ. അല്ല, നിങ്ങൾ പോയി രോഗികളുടെ മേൽ കൈവെക്കണം. ബ്രദറെ, ഞാൻ ആദ്യം ഒന്നും കൈവച്ചിട്ട് ഒന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അകത്തിരിക്കുന്ന കൃപാവരങ്ങളെ ഞാൻ പറയാം, ഇപ്പൊ എൻ്റെ ഉള്ളത്തിൽ നിങ്ങളോട് ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുവല്ലേ. ഞാൻ ഈ പ്രവചന വരത്തെ ദിവസവും നിങ്ങളോട് പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് ഗുണം എന്നാണെന്നറിയാവോ? ഓരോ ദിവസവും എൻ്റെ അകത്തിരിക്കുന്ന കൃപാവരം ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പോയൊരു സ്ഥലത്ത്, അവിടെ ഒരു ഭവനത്തിന്റെ അകത്ത് ഒരു സഹോദരിയെ കാണാൻ ഇടയായി തീർന്നു. ആ സഹോദരി എൻ്റെ അടുക്ക വന്നപ്പോൾ മുതൽ ഞാൻ ആദ്യമായിട്ട് കാണുക, എൻ്റെ ഉള്ളം പറയുവാൻ തുടങ്ങി, ഈ മകൾ ഫലം കായ്ക്കാൻ വേണ്ടി പോവാ.
ഇവള് ഫലമില്ലാത്തവളെ എന്ന് ഇവളെ പറ്റി പറഞ്ഞിരുന്ന സ്ഥാനത്തു നിന്നും ഫലം കായ്ക്കാൻ വേണ്ടി പോവുക, നിന്ന ദൈവം എടുത്ത് മാറ്റാൻ വേണ്ടി പോവുക. എന്നിട്ട് ഒരു വാക്ക് പറയാണ്, ഹന്ന പിന്നെ കരഞ്ഞില്ല. അപ്പൊ ഞാൻ ഓർത്ത് എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഈ സഹോദരി നോക്കിക്കൊണ്ട് ഇത് തന്നെ പ്രവചിച്ചുകൊണ്ടിരിക്കുക, ഹന്ന പിന്നെ കരഞ്ഞില്ല. ഇങ്ങനെ ആ വാക്ക് പിന്നെയും വരിക, ഇന്ന് ഫലം കായ്ക്കാൻ വേണ്ടി. അപ്പൊ നോക്കിയ ഹന്ന എന്തുകൊണ്ടാ കരഞ്ഞത്? കുഞ്ഞില്ലാത്തത് കൊണ്ട്. ഹന്ന പിന്നെ കരഞ്ഞില്ല. എൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തിന്റെ വാക്തത്വം പ്രിയ മകളുടെ മേൽ വന്നു. അപ്പൊ ഞാൻ ഇതിന് ശേഷം ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരി പറഞ്ഞു, ബ്രദറെ, ആ സഹോദരിക്ക് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല, അവർ വലിയ ഭാരത്തിലൂടെ കടന്നു കണ്ടോ. ഈ വിഷയം എന്നോട് പറഞ്ഞില്ല. പക്ഷെ ആ സഹോദരി ആദ്യമായിട്ട് മുമ്പിലേക്ക് വന്നപ്പോൾ തന്നെ അകത്തിരിക്കുന്ന ആത്മമനുഷ്യൻ ആ വ്യക്തിയോട് പ്രവചിക്കുവാൻ തുടങ്ങി, ദൈവം സംസാരിക്കുവാൻ തുടങ്ങി. കണ്ടോ? അപ്പൊ ഞാൻ ആ സമയത്ത് ഈ കൃപാവരത്തെ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളായിരുന്നു. എന്ത് ചെയ്തേനെ? ആ കർത്താവേ, ആ മകളെ അനുഗ്രഹിക്കണമേ, വഴി തുറക്കണമേ, സ്തോത്രം പറഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോയനെ. കണ്ടോ? പക്ഷെ പ്രവചന ആത്മാവിനാൽ ആ മകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതിനെ നീക്കുവാനും വഴി തുറക്കുവാനും ആത്മാവിന്റെ ശക്തി ആ സമയത്ത് ദൈവം ചെയ്യും. കണ്ടോ? ഹല്ലേലൂയ. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നില്ല എങ്കിലോ? ഞാൻ പറയും, ഇപ്പൊ രോഗസൗഖ്യം എന്നിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരയ്ക്കാത്ത കയറിയിരിക്കുമല്ല. രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ശരീരത്തിൽ ആ ബ്ലഡിലെ ഷുഗറിനോടും പ്രഷറിനോടും ആ രോഗത്തോടും നിങ്ങൾ സ്വന്തമായിട്ട് കൈയെടുത്ത് വെച്ചിട്ട് പറ. ഈ ബൈബിൾ പറയുന്ന രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. സ്വന്തം കൈയെടുത്ത് വെച്ചിട്ട് പറ, എൻ്റെ ബ്ലഡിലെ ഷുഗർ, ലോകം പറയുന്നു ഷുഗർ വന്നാൽ ജീവിതകാലം മുഴുവൻ ഷുഗർ രോഗിയാ. നമ്മുടെ കൂട്ടായ്മ തന്നെ എത്രയോ പേര് സാക്ഷ്യം പറഞ്ഞല്ലേ, ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആളുകൾ 10-12 വർഷമായിട്ട് ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന 1-2 പേര്, ഒത്തിരി പേര് സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലേ. ഒരിക്കുന്നത് ജോളി ബ്രദറിന്റെ ഒരു സാക്ഷ്യം യൂട്യൂബിൽ കിടപ്പുണ്ട് ഇപ്പോഴും. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യനിക്ക് നേഴ്സ് എന്താണെന്ന് എനിക്ക് പറഞ്ഞാൽ ഓർമ്മ, യൂട്യൂബിൽ കിടപ്പുണ്ട് ആ സാക്ഷ്യം. അദ്ദേഹം നിരന്തരമായി 3 മാസത്തോളം ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. സൗഖ്യമായെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നില്ല, ഫെയ്ത്തിന്റെ ആക്ഷൻ ചെയ്തു. നിരന്തരമായി അദ്ദേഹം ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം മധുരം കഴിച്ചു നോക്കി, എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്തു. ഇദ്ദേഹം എനിക്കൊന്ന് ഇൻസുലിൻ കഴിച്ചുകൊണ്ടിരുന്ന ആളെന്ന് എനിക്ക് തോന്നുന്നത് അന്ന് ആ സമയത്ത്, അതോ മെഡിസിൻ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇദ്ദേഹം നിരന്തരം ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. മധുരം കഴിക്കാൻ തുടങ്ങി, ചെക്ക് ചെയ്തു, മധുരം കഴിക്കാൻ ചെക്ക് ചെയ്തു. പക്ഷെ 3 മാസമായിട്ട് തുടർച്ചയായി ചെക്ക് ചെയ്തു. മരുന്ന് കഴിക്കാതെ വെറുതെ ഇരിക്കുമല്ല, ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ 3-ാം മാസം അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു, 10 വർഷമായിട്ടുണ്ടായിരുന്ന ഷുഗർ, ഡയബറ്റിക് ഒരു തരി പോലും അനങ്ങിയിട്ടില്ല. നോർമൽ കണ്ടീഷനിൽ മധുരം കഴിച്ചിട്ടും ചലിച്ചില്ല. കണ്ടോ? ആര് പ്രാർത്ഥിച്ചു? സ്വന്തമായി വിശ്വാസത്തെ ജീവൻ കൊടുത്തു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിന്റെ എബ്രായ ലേഖനം പറഞ്ഞ 11-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ, വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഫെയ്ത്ത് വേണം. അതായത് ദൈവവുമായിട്ട് കണക്റ്റഡ് ആകണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ദൈവത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിന് ഈ ഇഷ്ടമുള്ള ചില കാര്യം നമ്മൾ ബൈബിളിൽ നോക്കിയാൽ നമ്മളവർക്ക് യേശുവിന് ഇഷ്ടമുള്ളത് എന്തുവാ? യേശുവിന് ഇഷ്ടം ബിരിയാണിയും കുഴിമന്തിയും അതും ഇതൊന്നും അല്ല. യേശുവിന് ഇഷ്ടം വിശ്വാസത്തിന്റെ ആക്ഷൻ ചെയ്തവരെയാ. നിങ്ങൾ നോക്കിക്കേ, കർത്താവ് ശിഷ്യന്മാരിൽ സന്തോഷിച്ചു. ശരിയാ, ശിഷ്യന്മാരെ യേശുവിന് ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ യേശു ക്രിസ്തു പ്രശംസിച്ചത് ശിഷ്യന്മാരെ അല്ല. നിങ്ങൾ നോക്കിയാൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ യേശു ക്രിസ്തു പ്രശംസിച്ചത് രക്തസ്രവക്കാരിയായ സ്ത്രീയെയും തിമായുടെ മകനായ ബർത്തിമായെയും കുഷ്ഠരോഗിയായ മനുഷ്യനെയൊക്കെയാ. കാര്യം എന്തുവാ? അവരെല്ലാവരും വിശ്വാസത്തിന്റെ ആക്ഷനുകളെ ചെയ്തവരാ. ബ്രദറെ, എൻ്റെ കടഭാരം മാറണം ബ്രദറെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും ബ്രദറെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല ഞാൻ പറഞ്ഞത്. കടഭാരത്തിന് വേണ്ടി പ്രാർത്ഥനാ റിക്വസ്റ്റ് അയച്ചിട്ട് ഞാൻ പറഞ്ഞ എളുപ്പ വഴി പറഞ്ഞു തരാം. മിറക്കിൾ മണികൾ സ്പിരിച്വലി നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ദേശത്തൊരു ഭിക്ഷക്കാരനെ പോലെ ജീവിക്കത്തില്ല, രാജാവിനെ പോലെ ജീവിക്കും. പലരും നമ്മളെ പഠിപ്പിച്ച നിന്നയും കട്ടതയും പരിഹാസവും പ്രയാസവും ഒക്കെ ഉണ്ട്. ഇങ്ങനെ എന്താ പറയുന്നത്, ഈ നാട്ടുകാരൻ്റെ ചെണ്ട പോലെ ജീവിക്കുന്നവനാണ് വിശ്വാസി എന്ന് നമ്മളെ പണ്ടത്തെ ആരൊക്കെയോ പഠിപ്പിച്ചു വച്ചിരിക്കുക. ഈ തല്ലുകൊണ്ടും നിന്ന കേട്ടും പരിഹാസം കേട്ടും ഒറ്റപ്പെട്ടും കല്യാണ വീട്ടിലും എന്താ പറയുന്നത് മരണ വീട്ടിലൊക്കെ പോകുമ്പോഴേക്കും നമ്മളെ കുത്തി വേദനിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെണ്ടയൊന്നും അല്ല കേട്ടോ, നമ്മൾ രാജകീയ പൗരോഹിത്യ വർഗമെന്നാ ബൈബിളിൽ പറഞ്ഞു. കണ്ടോ? റോയൽ പ്രീസ്റ്റ്ഹുഡാ നിങ്ങൾ, രാജകീയ. അപ്പൊ രാജകുടുംബത്തിലുള്ളവർ പോലെ എന്ത് ചെയ്യണം? നടക്കണം. ഞാൻ ഈ കഴിഞ്ഞ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഇങ്ങനെ പോയ സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാൻ അവിടെ പ്രവേശനമില്ല.
ആ കൊട്ടാരത്തിന്റെ അകത്തോട്ട് കയറാൻ അന്ന് എൻട്രൻസിൽ അവരത് മുഴുവൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. അവിടെ ഇരിക്കുന്ന കുടുംബത്തിലുള്ള ആൾക്കാരെ പുറത്തു നിന്ന് പോലും കാണാൻ നമുക്ക് പറ്റുന്നില്ല. അത് ഫുള്ള് ക്ലോസ് ചെയ്തിരിക്കുക. അവർ റോയൽ ഫാമിലിയാണ്, വേറെ എവിടെയും നമുക്ക് പോകാം. പക്ഷെ അതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ പ്രത്യേക പെർമിഷൻ വേണം. ഒരു ഗവൺമെന്റ് അവരുടെ പിന്നിലുണ്ട്. ഒന്നാലോചിച്ച് നോക്കി, ഒരു ഗവൺമെന്റ് അതിന്റെ പിന്നിലുണ്ട്. കൊട്ടാരത്തിൽ നമുക്ക് പോകാൻ കാണാനൊക്കെ പറ്റും, പക്ഷെ അവരുടെ പെർമിഷൻ ഇല്ലാതെ അകത്തു കയറാൻ കഴിയും. ഇതേപോലെ നിങ്ങൾ റോയൽ പ്രീസ്റ്റ് ഗുഡാണ്. നിങ്ങളെ തൊടണമെങ്കിൽ ദൈവം വിചാരിക്കണം. പക്ഷെ നമുക്കിപ്പോഴും ആ ഫെയ്ത്ത് വന്നിട്ട് നമ്മുടെ വിശ്വാസം ഇപ്പം മരിച്ചിരിക്കുകയാണ്. ഞാൻ ആ വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണവേ, ആ ബൈബിളിൽ അതേ ഭാഗം ഞാൻ ഇങ്ങനെ എടുക്കുക, ഡെഡായിരിക്കുന്നു. അപ്പൊ വിശ്വാസം ഡെഡായി പോകും. നിങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിൽ ആ വാക്യം ഒന്ന് എടുത്തിട്ട് നമുക്ക് ഓടി വരാവേ. നോക്കിക്കേ, അങ്ങനെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമായിരിക്കുന്നത് പോലെ, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ എന്നാ പറയുന്നത്. നോക്കിക്കേ, അങ്ങനെ വിശ്വാസം പ്രവൃത്തികളില്ലാതെ പോയാൽ സ്വതവേ അത് നിർജീവമായി പോകുന്നതാണ്, തന്നെ അത് ഡെഡായി പോകും. കാര്യം, കൈ ബൈബിളൊക്കെ ഉണ്ട്, നിങ്ങൾ തലേ തുണിയൊക്കെ ഇടുന്നുണ്ട്, സ്വോത്രം പറയുന്നുണ്ട്, ഹല്ലേലൂയ പറയുന്നുണ്ട്, സ്വോത്രാഴ്ച ഇടുന്നുണ്ട്, പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൽ മരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തിൽ മരിച്ചിരിക്കുന്ന നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. നോക്കിക്കേ, അങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം, നോക്കിക്കേ, ഡെഡായിരിക്കുന്നു, ഡെഡായി മാറിയിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ വിശ്വാസം ഡെഡായി പോയിരിക്കുകയാണ്. അതിനെ എന്ത് ചെയ്യണം? ജീവൻ കൊടുക്കണം. ഇങ്ങനെയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നമുക്ക് ചിലപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസത്തെ വളർത്തണം. നിങ്ങൾ എന്തേലുമൊക്കെ ഒരു ആക്ഷൻ എപ്പോഴും ചെയ്യണം. എന്തേലുമൊക്കെ ഒരു ആക്ഷൻ. ഏതെങ്കിലുമൊക്കെ രോഗിയെ കാണുമ്പം, ബ്രദറെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറയും. അപ്പം നമ്മുടെ മനസ്സിൽ പിശാചു പറയും, ഈ രോഗം മാറിയില്ലെങ്കിൽ സഹോദരി നാണക്കേടല്ലേ. ആയിക്കോട്ടെന്നേ, നിങ്ങളൊരു കാര്യം ഓർത്തോണേ, നിങ്ങളുടെ വിശ്വാസത്തെ മരിച്ചു പോകുവാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ ചിലപ്പോൾ ആദ്യം രോഗിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പം സൗഖ്യമൊന്നും കാണത്തില്ല. പക്ഷെ നിങ്ങൾ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കും. ഓരോ രോഗിയെ കാണുമ്പോഴേക്കും യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ഞാൻ കൽപ്പിക്കുന്നു, പുറത്താക്കുന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഒന്നും കണ്ടില്ലെങ്കിലും നിരാശപ്പെടരുതേ. അകത്തിരിക്കുന്ന നിങ്ങളുടെ രോഗസൗഖ്യത്തിൽ വ്യാപരിക്കുന്ന അകത്ത മനുഷ്യൻ അതിങ്ങനെ ഇപ്പോൾ വാവിട്ട് കരയുമായിരിക്കും. പക്ഷെ നിങ്ങൾ ദിവസവും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കരച്ചിലൊക്കെ മാറി മെച്യൂരിറ്റിയിലേക്ക് വരും. പിന്നെ നിങ്ങൾ കൈവെക്കാതെ തന്നെ അത്ഭുത രോഗസൗഖ്യങ്ങൾ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആദ്യ സമയങ്ങളിലൊക്കെ അന്യഭാഷാ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം എനിക്ക് ആകെ 10-15 മിനിറ്റൊക്കെയാണ് അന്യഭാഷ പ്രാർത്ഥനയിൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഞാനപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് മണിക്കൂറുകൾ അന്യഭാഷാ പ്രാർത്ഥന ഇരിക്കാൻ കൃപ തരണമെന്നൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷെ പറ്റുന്നില്ല. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ നടക്കുന്നില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, കിട്ടിയ 10 മിനിറ്റിനെ ഉപയോഗിക്കാൻ തുടങ്ങി. ആകെ 15 മിനിറ്റേ കിട്ടിയുള്ളൂ അന്യഭാഷ പറയാൻ. ഞാൻ 15 മിനിറ്റ് അന്യഭാഷ പറയും. പിന്നെ അത് 15 എന്നുള്ളത് പയ്യെ അരമണിക്കൂറായി, പിന്നെ അത് 1 മണിക്കൂറായി, പിന്നെ മണിക്കൂറുകൾ അന്യഭാഷ പറഞ്ഞാലും നിങ്ങൾ എൻ്റെ കൂടെ അന്യഭാഷ പറയാൻ കൂടിക്കൂ, നിങ്ങൾ മടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, നിങ്ങൾ മടുക്കും. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞ അഹങ്കാരമല്ല കേട്ടോ. നമ്മുടെ ആത്മ മനുഷ്യനെ ദൈവം വളർത്തും. നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ദൈവം വളർത്തും. പണ്ട് ഞാൻ ഒരു 15 മിനിറ്റ് അന്യഭാഷ പറഞ്ഞ് ഉറങ്ങി വീഴുമായിരുന്നു. ഇന്ന് ആ 15 മിനിറ്റിൻ്റെ അകത്തും നമ്മളൊരു ആഗ്രഹം മനസ്സിൽ വന്നാൽ കർത്താവ് നമ്മളെ വളർത്തും. ഞാൻ എപ്പോഴും പറയാം, എനിക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ഭയങ്കര കൊതിയുള്ള മനുഷ്യനാണ്. മണിക്കൂറുകൾ അന്യഭാഷയിൽ എനിക്കറിയാം ഞാൻ എന്തുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ആത്മ മനുഷ്യൻ വളരുക. അങ്ങനെ വളരും തോറും എൻ്റെ ഞാൻ സ്പിരിച്വൽ ഗ്രോത്ത് എനിക്ക് ഉണ്ടാവുകയും ഭൗതിക നന്മ പിന്നെ ഞാൻ പറയുന്നിടത്ത് നിൽക്കും. കണ്ടോ, നിങ്ങളുടെ ആത്മ മനുഷ്യൻ വളർന്നാൽ നിങ്ങളുടെ ഭൗതികം നിങ്ങൾ പറയണം. പോക്കറ്റ് നിറയെന്ന് പറഞ്ഞാൽ പോക്കറ്റ് നിറയും. നിങ്ങൾക്ക് എവിടെയാ ബ്ലോക്ക് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. സ്പിരിച്വലി നിങ്ങൾ വളർന്നാൽ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹൃദയത്തിൽ സംശയിക്കാതെ ആ മലയോട് നീങ്ങി കടലിൽ ചാടി പോകാന്ന് പറഞ്ഞാൽ സംഭവിക്കും. പക്ഷെ വിശ്വാസത്തിന്റെ വളർച്ച നടക്കണം. ഹല്ലേലൂയ, ആമേൻ. വേഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ വിശ്വാസത്തിന്റെ ആക്ഷനുകൾ ചെയ്യണം. പല വിശ്വാസികളും ഞാൻ കണ്ടിരിക്കുന്നത് അത് പ്രാർത്ഥനയ്ക്ക് മുടങ്ങാതെ പോകും, പക്ഷെ ആക്ഷൻ വരുന്നില്ല. എന്താണ് ഈ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അതിനിട്ട് പുറത്തേക്ക് വരാവേ.
ഫെയ്ത്തിന്റെ ആക്ഷനുകളെ എപ്പോഴും ഓർത്തോണം. നിങ്ങൾ ഈ ഒരേ കിടപ്പിൽ 10 വർഷമായിട്ടൊരു വ്യക്തി കിടക്കുന്നു വിചാരിച്ചു. ഒരേ കിടപ്പിൽ ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാ 10 വർഷമായിട്ട് കിടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മസിലെല്ലാം സ്റ്റിഫായി പോകും. അദ്ദേഹത്തിന്റെ മസിൽസ്, പിന്നെ അദ്ദേഹത്തിന് നടക്കാനും ഇരിക്കാനും ഒക്കെ ഭയങ്കര, ഈ കാലിങ്ങനെ ഭയങ്കര സ്റ്റിഫായി നിൽക്കും, ഭയങ്കര കട്ടിയായിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ വലിയ സ്ട്രോങ് ആയി നിൽക്കുന്നത് തോന്നും. പിന്നെ ആ മസിലുകൾ ഉടയണം, അല്ലെങ്കിൽ അത് ഫ്ലെക്സിബിൾ ആയിട്ട് വരണം. നിങ്ങൾ ഓരോ ദിവസവും ഞാൻ പറയാറില്ല, നിങ്ങളുടെ സ്വന്തം കടഭാരം മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ ആ പേഴ്സ് എടുത്തു വെച്ചിട്ട് എല്ലാ ദിവസവും ATM ഒക്കെ എടുത്തു വെച്ചിട്ട് പറയണം, ഇതിലൂടെ ഞാൻ നന്മ കാണും, ഞാൻ എൻ്റെ പേഴ്സിൽ വർധനമുണ്ടാകും. ആദ്യമൊക്കെ നമുക്ക് സങ്കടമായിരിക്കും, ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഒന്നും കാണുന്നില്ലല്ലോ. 2-ാം ദിവസം നമ്മൾ നിർത്തിയിട്ട് പരിപാടി നിർത്തും. പക്ഷെ നിങ്ങൾ 3-ാം ദിവസവും ചെയ്ത് നോക്കിക്കേ, 4-ാം ദിവസവും ചെയ്ത് നോക്കി, നിങ്ങളുടെ മനുഷ്യൻ പയ്യെ അതിനോട് പ്രതികരിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ അകത്ത് വിശ്വാസം പ്രൊഡ്യൂസ് ആകാൻ തുടങ്ങും. നിങ്ങളുടെ നിർജീവ വിശ്വാസത്തിൻ്റെ അകത്ത് ജീവൻ വ്യാപരിക്കും. അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ മിറക്കിൾ ഓപ്പൺ ആകും. കണ്ടോ? അതുകൊണ്ടാണ് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പിൻ എന്നൊക്കെ ബൈബിളിൽ പറയാൻ കാരണം. ആമേൻ. അപ്പോൾ നിങ്ങൾ നിരന്തരം നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആക്ഷൻ, എല്ലാ ദിവസവും സ്വന്തം ശരീരത്തിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കും. എൻ്റെ ബ്രദറെ, മെഡിക്കൽ റിപ്പോർട്ട് ബ്രദറെ ഭയങ്കര രൂക്ഷമ ബ്രദറെ, പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഫെയ്ത്തിന്റെ അകത്തൊരു സ്ഫോടനം ഉണ്ടാകും. ഫെയ്ത്തിന്റെ അകത്തൊരു സ്ഫോടനം ഉണ്ടാകും. പക്ഷെ നിങ്ങൾ വിശ്വാസത്തിന്റെ ആക്ഷനുകളെ മസ്റ്റായിട്ടും ചെയ്യണം. ഹസ്ബൻഡ് ബ്രദറെ ഭയങ്കര മദ്യപാനിയാണ്, ഞാൻ എളുപ്പമായി പറഞ്ഞത്, ഹസ്ബൻഡുമാരുടെയൊക്കെ മദ്യപാനം നിർത്തണമെങ്കിൽ, ഇനി ഹസ്ബൻഡുമാരുടെയോ ഭാര്യമാരുടെയൊക്കെ, ഇപ്പം എനിക്കറിയാം, ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ഈ രാജ്യത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്, ഇവിടെ മലയാളികളായിട്ടുള്ള ഭാര്യമാരും പോലും മദ്യപാനത്തിന്റെ അടിമകൾ. പിന്നെയും ഭേദം ഭർത്താക്കന്മാരാണ് എനിക്ക് തോന്നുന്നത്. മിക്ക എല്ലാവരും അല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പോയ സമയത്ത് പലപ്പോഴും ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ യുവാക്കളായിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ യുവാക്കളായിട്ടുള്ള ആൺപിള്ളാരും പെൺപിള്ളാരും ഒക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ കവലയിൽ നിന്നുകൊണ്ട് ആൾക്കാർ പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നത് പോലെ ഇവിടെ വളരെ കോമൺ ആയിട്ടും എന്ത് ചെയ്തു, പ്രത്യേകിച്ച് മലയാളികൾ വരെ എന്ത് ചെയ്യുന്നു, കോമൺ ആയിപ്പോലെ. അവിടെ ഇപ്പം എന്താ പറയുന്നത്, ഭാര്യയും കൂട്ടുകാർ കൂടുന്നത് പോലെ ഭാര്യയും ഭർത്താവും മദ്യപിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു കൾച്ചറാണ്. അപ്പം ഇനി നിങ്ങൾ ഈ ദിവസങ്ങളിൽ മദ്യപാനം ഭർത്താവിൻ്റെ മാറണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എളുപ്പ മാർഗം ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോണേ. എല്ലാ ദിവസവും ചായ കുടിക്കുന്ന ഭർത്താവാണെങ്കിൽ കാപ്പി കുടിക്കുന്ന എന്തെങ്കിലും കുടിക്കട്ടെ, ചായയോ കാപ്പിയോ വെള്ളമോ എന്തും ആയിക്കോട്ടെ, ആ വെള്ളം എടുത്തിട്ട് നിങ്ങൾ ആദ്യം ചായക്കകത്തോട്ട് കലക്കുന്നതിന് മുമ്പ്, ആ പാല് മിക്സ് ചെയ്യുന്നതിന് മുമ്പ്, ഇനി അദ്ദേഹം കുടിക്കാൻ വേണ്ടി വെക്കുന്ന വെള്ളത്തിന്റെ മുമ്പ് ആ വെള്ളം തുറന്നു വെച്ചിട്ട് ഗ്ലാസിൻ്റെ അകത്ത് ഒഴിച്ചു വെച്ചിട്ട് ആ പാലിലോട്ട് പകരുന്നതിന് മുമ്പ് നിങ്ങൾ ആ വെള്ളത്തെ ഒന്ന് കൈവെക്കണം. നിങ്ങളുടെ ഏതെങ്കിലും വിരലിന്റെ കൈയുടെ ഭാഗം അത് മുട്ടുന്ന രീതി, വെള്ളത്തിൽ മുട്ടുന്ന രീതിയിൽ കൈ വെച്ചിട്ട്, ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ വെള്ളത്തിന്റെ മേൽ കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ശക്തി അങ്ങ് അയക്കണം. ഈ വെള്ളം കുടിക്കുമ്പോൾ മദ്യത്തോട് അലർജി ഉണ്ടാകണം. ഇത് ഉദരത്തിൽ ചെല്ലുമ്പോൾ മദ്യപാനത്തിന്റെ ദുരാത്മാവ് കത്തിപ്പോണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വെള്ളം ദിവസവും കൊടുത്തു നോക്കിക്കേ. ഞാൻ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞതല്ലേ, പണ്ട് പാമ്പാടി വന്ന ഒരു സഹോദരി ആ ബേക്കറിയിൽ നിന്ന് ഒരു മിനറൽ വാട്ടർ മേടിച്ചിട്ട് എൻ്റെ ഒക്കെ കൊണ്ടുവന്നു. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്നും കൂടെ കേൾക്കണമെങ്കിൽ ഇതൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ട് കേട്ടോ. ആ ബേക്കറിയിൽ നിന്ന് ഒരു മിനറൽ വാട്ടർ മേടിച്ചൊന്ന് ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സഹോദരി അത് മേടിച്ച് പ്രാർത്ഥിച്ച് കോട്ടയത്ത് കടുത്തുരുത്തിയിൽ, അതായത് പാമ്പാടി കടുത്തുരുത്തി എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ മേളിൽ യാത്രയുണ്ട്. ഭർത്താവ് അറിയാതെ പ്രാർത്ഥനയ്ക്ക് വന്നതാ. ഈ പിറ്റേ ദിവസം കൊണ്ടുവന്ന് ആ വെള്ളം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസം രാവിലെ ഭർത്താവിന് ചായക്കകത്തോട്ട് ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്ത്, ഭയങ്കര മദ്യപാനിയും ഭയങ്കര എന്താ പറയുന്നത്, അതിങ്ങനെ ദൂർത്തടിക്കുന്ന മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഇതൊക്കെ മാറാൻ വേണ്ടിയാണ് സഹോദരി പ്രാർത്ഥിച്ച് വെള്ളം മേടിച്ചത്. ആ വെള്ളം മിക്സ് ചെയ്ത് ചായ ഉണ്ടാക്കി രാവിലെ എല്ലാ ദിവസത്തെ പോലെ ചായ കുടിക്കാൻ വേണ്ടി ചുണ്ടയിലോട്ട് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭർത്താവ് ചോദിക്കുക, നീ എവിടെ നിന്നാണ് ഈ വെള്ളം കൊണ്ടുവന്നത്? കണ്ടോ, ഒന്ന് ആലോചിച്ച് നോക്കി. അകത്തിരുന്ന ദുരാത്മാവ് ചോദിക്കുക, നീ എവിടെ നിന്നാണ് ഈ വെള്ളം കൊണ്ടുവന്നത്? എങ്ങനെ മനസ്സിലായി? ഏതോ ഒരു ഹോട്ടലിൽ നിന്നോ ബേക്കറിയിൽ നിന്നോ മേടിച്ച മിനറൽ വാട്ടർ.
1 മണിക്കൂർ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് വീട്ടിൽ വന്നു, ഫ്രിഡ്ജിൽ വെച്ചു. ഭർത്താവ് പോലും അറിയാതെ ചായക്കകത്തോട്ട് വെള്ളം മിക്സ് ചെയ്തു. വെള്ളം ഏതാ ചായ ഏതാ തേയില ഏതാ തിരിച്ചറിയാത്ത രീതിയിൽ അത് മിക്സായി പോയി. പക്ഷെ ചുണ്ടിനോട് അടുപ്പിച്ചപ്പോഴേക്കും ആൾക്ക് മനസ്സിലായി നീ എവിടുന്ന് കൊണ്ടുവന്ന വെള്ളമായത്. കണ്ടോ? അപ്പൊ പ്രാർത്ഥിച്ച വെള്ളത്തിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ അകത്തിരുന്ന് ദുരാത്മാവിന് സെൻസ് ചെയ്തു, അകത്തോട്ട് കയറാൻ വേണ്ടി പോകുന്നത് എന്നെ കത്തിക്കാൻ പോകുന്ന സാധനമാണ്. കണ്ടോ? ഇതൊക്കെ ഫെയ്ത്തിന്റെ ആക്ഷനാ പ്രിയരെ. പണ്ടൊരു സഹോദരി ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇതേപോലെ കൊണ്ടുവന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് എൻ്റെ ഒന്ന് വെള്ളം മേടിക്കുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന കഴിയുമ്പം ഞാനത് പറഞ്ഞിട്ടുള്ളതല്ലേ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ പ്രസംഗിച്ച് കഴിയുമ്പോഴേക്കും നമ്മളങ്ങ് ദാഹിക്കും. പ്രത്യേകിച്ച് ആ ഹോളി ഭയങ്കര ചൂടായിരുന്നു. ഇത് കഴിയുമ്പോഴേക്കും ഞാൻ ഇച്ചിരി വെള്ളം കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുമ്പോൾ ഒരു സഹോദരി ഉണ്ടെന്ന് വെള്ളം തരും. ഞാനത് കുടിക്കാൻ നേരത്ത് ബ്രദറെ കുടിക്കരുത്, അത് പ്രാർത്ഥിക്കാനുള്ള വെള്ളമാണെന്ന് പറയും. എല്ലാ ദിവസവും മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഞാനത് കൈവച്ച് പ്രാർത്ഥിക്കും. ദാഹിച്ചാലും എന്നെ കൊണ്ട് കുടിപ്പിക്കത്തില്ല സഹോദരി. അത് കൊണ്ടുപോയി കുറെ കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, ബ്രദറെ കയർത്താമസമാണ്, കാര്യം 8-10 വർഷമായിട്ട് എന്താ പറഞ്ഞ ആ ഒരു പെരയിടം മുഴുവനും കാട് പിടിച്ച് കിടക്കുമായിരുന്നു. എല്ലാ ദിവസവും ഈ പ്രാർത്ഥിച്ച വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ജോലി കഴിഞ്ഞ് പഠിച്ച് മിടുക്കനായിരുന്ന ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ മകൻ ജോലിയില്ലാതെ 3 വർഷമായിട്ട് പെരയ്ക്കകത്ത് കയറിയിരിക്കുക. എത്ര ഇന്റർവ്യൂ പോയാലും പാസ്സാകത്തില്ല. അവനും കൊടുത്തു കുറച്ച് വെള്ളം. ആ വെള്ളം കുറച്ച് മകനും കൊടുത്തു. ഈ പണി തീരാത്ത ഈ തറയിൽ നിരന്തരം ഒഴിച്ചോണ്ടിരുന്നു. ഒരു ദിവസമൊന്നും അല്ലത് കേട്ടോ, മാസങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് മകനൊരു ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ പിറ്റേ ആഴ്ച ജോലി, നല്ല ശമ്പളം. അതിന്റെ പിറ്റേ ദിവസം തന്നെ അവർക്ക് വീട് പണിയാൻ വേണ്ടിയുള്ള എല്ലാ ഡോറും തുറന്നു. ഓർത്തെ 8 വർഷമായിട്ട് ചലിച്ചില്ല. 5-8 മാസം കൊണ്ട് വീട് പണി കംപ്ലീറ്റ് തീർത്തു, ഒരു കടവുമില്ലാതെ. കണ്ടോ? അപ്പൊ ഈ വെള്ളത്തിന്റെ പ്രത്യേകതയാണോ? അല്ല, വിശ്വാസത്തിന്റെ ആക്ഷൻ. ആ സഹോദരി വിശ്വസിച്ചു. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ കരം ഈ വെള്ളത്തിന്റെ മേൽ വന്നാൽ ഇതിന്റെ മേൽ അഭിഷേകം ഉണ്ടാകും, തടസ്സങ്ങൾ മാറും. കണ്ടോ? ഫെയ്ത്തിന്റെ ആക്ഷൻ അവിടെ ഉണ്ടായി. വെറും പച്ചവെള്ളത്തിന്റെ മേൽ അത്ഭുതം ഉണ്ടായി. ഫെയ്ത്തിനെ നമുക്ക് ഇമ്പാർട്ട് ചെയ്യുവാൻ കഴിയും. നോക്കിക്കേ, വിശ്വാസത്തെ പകരുവാൻ കഴിയും. ഹല്ലേലൂയ! വിശ്വാസത്തെ പകർന്നു കൊടുക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥിച്ച എണ്ണ, പ്രാർത്ഥിച്ച വെള്ളം, ഇതിന്റെ എല്ലാം മേൽ ഈ പകർച്ച ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ വിശ്വാസത്തിന്റെ ആക്ഷനുകളെ ചെയ്യണം. ഇപ്പൊ മദ്യപാനം മാറണേന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിനേക്കാൾ നല്ലത് വിശ്വാസത്തിന്റെ ഒരു ആക്ഷൻ അങ്ങോട്ട് ചെയ്യ്. ആ കുടിവെള്ളം എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കൈവച്ചിട്ട് ഹസ്ബൻഡിന് കൊടുത്തോണ്ടിരിക്കും. ബ്രദറെ ഞാൻ കൊടുത്തു ബ്രദറെ, മാറ്റമില്ല ബ്രദറെ, കൊടുത്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസത്തെ പകർന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം അകത്തിരിക്കുന്ന മദ്യപാനത്തിന്റെ ദുരാത്മാവിനെ കത്തിക്കുന്ന രീതിയിൽ ആ വിശ്വാസത്തിന്റെ ശക്തി അതിൽ വ്യാപരിച്ചിരിക്കും. ചെയ്ത് നോക്ക് നിങ്ങൾ. ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, യേശു ക്രിസ്തു അവരുടെ വിശ്വാസം കണ്ടു. ഹല്ലേലൂയ! He saw their faith. യേശു അവരുടെ വിശ്വാസത്തെ കണ്ടു. എന്താ കണ്ടത്? പെര പൊളിച്ചപ്പം യേശു ആ പെര പൊളിച്ചതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ പോയില്ല. പകരം യേശു നോക്കിയത്, കർത്താവ് ഇത്രയും വിശ്വാസമുള്ളവരുണ്ടോ ഇവിടെ എങ്ങാനും? കണ്ടോ? അവരാ പെരയുടെ മോളിൽ കയറി ഈ മേലാത്ത മനുഷ്യനെ കട്ടിലോടെ ഇറക്കുക. ഞാൻ ചിന്തിക്കുക, ആ മനുഷ്യന് അറ്റാക്ക് വരാഞ്ഞത് ഭാഗ്യം. എന്നാലോചിച്ചു, ആ കയറ് പൊട്ടിയാൽ നേരെ താഴേക്ക് വീണ് അയാൾ മരിക്കും. അവർ വിട്ടുകൊടുത്തില്ല. അവർക്കറിയാം ഇവിടുന്ന് ഈ മനുഷ്യനെ നടത്തിക്കൊണ്ട് ഞങ്ങൾ പോകും. ഹല്ലേലൂയ! ഡെവലപ്പ് ചെയ്തെടുക്കണമേ, വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓ യേശുവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പൊ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്യും. എൻ്റെ ബ്രദറെ, ഞങ്ങളെയും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പറഞ്ഞതുപോലെ, ഞാൻ പൊതുവെ ഇങ്ങനെ പറയാറില്ല, എന്നെ ഉപയോഗിക്കണമേന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഉപയോഗിക്കണേ കർത്താവേ. കാര്യം ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് ഉപയോഗിക്കാൻ വേണ്ടി. ഞാൻ ഈ മൊബൈൽ ഫോൺ മേടിച്ചത് ഉപയോഗിക്കാൻ വേണ്ടിയാ, അല്ലേ? മൊബൈൽ ഫോൺ കരയുക, എന്നെ ഒന്ന് ഉപയോഗിക്കുക. ഞാനാണ് ആവശ്യക്കാരൻ, മൊബൈലല്ല ആവശ്യം, ഞാനാണ്. ദൈവം എന്നെ തെരഞ്ഞെടുത്തപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. കണ്ടോ? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്. കണ്ടോ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്.
വ്യക്തമായി പറയുന്നു, എന്നെ തെരഞ്ഞെടുത്തത് തന്നെ ഫലം കായ്ക്കാൻ, അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ദൈവത്തെ പറഞ്ഞ് പ്രേരിപ്പിക്കുകയൊന്നും വേണ്ട. എന്നെ അതിനു വേണ്ടി തന്നെയാ, രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഭൂതങ്ങളെ പുറത്താക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് കർത്താവ് എന്നെ അഭിഷേകം, ലോക രാജ്യത്തോട് പ്രവചിക്കുവാൻ വേണ്ടി തന്നെയാണ് എൻ്റെ നാവിനെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ഇനി പാട്ടൊന്നും പാടണ്ട. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യണം, അത് മസ്റ്റാണ് കേട്ടോ. ഉപയോഗിക്കണം. ഇപ്പൊ ഞാൻ സ്ഥിരം ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോ പ്രാർത്ഥിച്ചാലും എൻ്റെ നാവിന് തന്നെ പ്രവചനം വരും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച്, ഞാൻ ഒരു സ്ഥലത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു, പെട്ടെന്ന് ധൃതി വെച്ച്. പക്ഷേ ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് അതൊരു പ്രവചന ശുശ്രൂഷയായിട്ട് മാറി. കാര്യം എന്നറിയാവോ, ദിവസവും ഇത് ഉപയോഗിച്ച് എൻ്റെ ആത്മ മനുഷ്യൻ ഇപ്പൊ പ്രവചിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ദിവസവും ഇപ്പോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് എന്നെ ദിവസവും ഈ സൂം മീറ്റിങ്ങിൽ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതിൻ്റെ കാര്യം വരാൻ പോകുന്ന വലിയ ഒരു കാര്യത്തിനുണ്ട് എന്നെ പ്രിപ്പയർ ചെയ്യുക. കാര്യം ഞാൻ ഇങ്ങനെ ദിവസവും കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ ഒരു സ്വഭാവം അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. തുടർച്ചയായി ഒന്നും ചെയ്യുന്നൊരു വ്യക്തി അല്ലായിരുന്നു ഞാൻ. പക്ഷേ ദൈവം നമ്മളെ തുടർച്ചയായിട്ട് ചിലത് കേൾപ്പിക്കുകയും കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ എന്തിനോ വേണ്ടി തമ്പുരാൻ നമ്മളെ പ്രിപ്പയർ ചെയ്യുകയാണ്. നന്ദി യേശുവേ. നമുക്ക് ഒരുമിച്ച് അപ്പൊ ഇന്ന് ഒന്ന് തീരുമാനിച്ച്, ഞാൻ അടുത്ത ദിവസങ്ങളിൽ ചോദിക്കും, എത്ര പേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു? എല്ലാ ആഴ്ചയിലും ഞാൻ ചോദിക്കുവേ, എന്നെ ഒന്ന് ഓർപ്പിക്കണേ, അതിനുവേണ്ടി ഒരാളൊന്ന് റെഡിയാകണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തിൻ്റെ അകത്ത് നിങ്ങൾ രോഗിയെ കാണുമ്പോൾ ചാടി കയറി പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. ആദ്യം ഒന്നും കാണത്തില്ല കേട്ടോ. ചിലപ്പോൾ ആദ്യം കണ്ടെന്ന് വിരിക്കും, കണ്ടില്ലെന്ന് വിരിക്കും. പക്ഷെ നിർത്തരുതേ. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളിലൂടെ ഭയങ്കര രോഗസൗഖ്യം പുറത്തു വരും. എനിക്കറിയാം, ഒത്തിരി പേർ കൈവപ്പം കിട്ടിയിട്ടും അവർക്കൊരു അനക്കവും വരാത്തതിൻ്റെ കാരണം അവർ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ബൈബിൾ പോലെ പല ആൾക്കാരും ബൈബിൾ വായിക്കുന്ന പോലുമില്ല, പൊടി പിടിച്ചിരിക്കുക, പുത്തം പോലെ ഇരിക്കുക. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നമുക്ക് ഒരു നിമിഷം നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസം 27-ാം തീയതി ഞാൻ എല്ലാ ദിവസവും ഇത് പറയുവേ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം പറയണേ. 27-ാം തീയതി നമ്മൾ ഈ UK ഈസ്റ്റ് ഹാം എന്ന് പറയുന്ന സ്ഥലത്ത്, UK ആരെങ്കിലും ഇപ്പോൾ ലൈവ് കേൾക്കുന്നുണ്ടോ? UK താമസിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇതിനകത്ത് ഉണ്ട്. UK ശ്രദ്ധിച്ചോണം. സെപ്റ്റംബർ മാസം 27-ാം തീയതി, പലരും ജോലി സമയമുണ്ടാണ്, ഞാൻ പിന്നെ അടുത്ത് ചോദിച്ചത്. 27-ാം തീയതി ഈസ്റ്റ് ഹാമില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്റ്റംബർ 10-ന് പോകുന്നല്ല, സെപ്റ്റംബർ 27-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ നമുക്ക് പ്രാർത്ഥന നടക്കുന്ന അവിടെ. ഈ ലണ്ടനിൽ നിന്ന് എനിക്ക് വന്നത് അരമണിക്കൂർ പോലും ഇല്ല. നിങ്ങൾക്ക് ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അരമണിക്കൂർ പോലും വേണ്ട ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി. ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ക്ഷണിക്കുവാണ്. കാര്യം അവിടെ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച മീറ്റിംഗ് അല്ല, ഇങ്ങോട്ട് കറങ്ങി വന്നൊരു പ്രാർത്ഥന. അപ്പം ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അങ്ങോട്ട് വരിക. എനിക്കറിയാം, നല്ല തിരക്കുള്ള സിറ്റിയാണ്, പ്രത്യേകിച്ച് ഈസ്റ്റ് ഹാം എന്ന് പറയുന്നത് നല്ല തിരക്കാണ്. കാര്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥനയിൽ പോയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട് പുറത്ത് വരാൻ വേണ്ടി. എങ്കിലും ദൈവനാമത്തിൽ അങ്ങ് വിതച്ചു. സമയം ബ്രദറെ അവിടെ വന്നാൽ ഭയങ്കര നഷ്ടമാണ്. വീതയ്ക്കങ്ങോട്ട് കർത്താവിൻ്റെ തോമാസ് ലീഹ അങ്ങ് ഇസ്രായേലിൽ നിന്ന് എത്രയോ കിലോമീറ്റർ താണ്ടിയ ഇന്ത്യയിൽ വന്നത്, കേരളത്തിൽ വന്നത്. എത്രയോ ദൂരവാ. അത്രയും ദൂരം നമുക്കില്ലല്ലോ. ചിലർ പറയും, ഓ ബ്രദറെ ഭയങ്കര ദൂരവാ, അവിടെ ഇരുന്നോ നിങ്ങൾ, എന്നിട്ട് കർത്താവെ എന്നെ പ്രയോജനപ്പെടുത്തണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എനിക്ക് നന്മ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും കിട്ടത്തില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങുന്നവനും പ്രവർത്തിക്കുന്നവന് വേണ്ടിയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. വേലക്കാരനാണ് കൂലിക്ക് യോഗ്യനായുള്ളവൻ. അപ്പം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരിക. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ രോഗികളായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വണ്ടിക്കൂലി കൊടുത്ത് നിങ്ങൾ കൊണ്ടുവരിക. യേശു അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. അവരോട് പറയണം, യേശു അത്ഭുതം ചെയ്യും കേട്ടോ, ബ്രദറല്ല, യേശു അത്ഭുതം ചെയ്യും. അവിടെ ഇങ്ങോട്ട് വാ, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ പോവാണ്. അപ്പോൾ രോഗികളായിട്ടുള്ളവരെ കൂട്ടിക്കൊണ്ടുവരിക. അത് ഏത് ഭാഷക്കാരായിക്കോട്ടെ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് അവരോട് സംസാരിക്കും. ആമേൻ.
അപ്പൊ ഇത് ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയുന്നു. ഈ 27-ാം തീയതി ഞാൻ പറഞ്ഞല്ലോ, വരും ദിവസങ്ങളിൽ നമ്മൾ അന്യഭാഷ പ്രാർത്ഥന നമ്മൾ വെക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം നമുക്ക് കൃപയാൽ കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ പറ്റി. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചില കാരണങ്ങളാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടൈമുകൾ വ്യത്യാസം വരുന്നതുകൊണ്ട് പറ്റുന്നില്ല. പക്ഷേ ഈ വരുന്ന ഏതെങ്കിലും, ഇനിയിപ്പം വെള്ളി, ശനി, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ വൈകുന്നേരം ഇന്ത്യൻ സമയത്ത് ഞാൻ ടൈം അറിയിക്കാം. നമ്മുടെ സൂം കഴിഞ്ഞതിന് ശേഷം ഒരു ഓൾ നൈറ്റോ പോലെ നമുക്കൊരു പ്രയർ, ടങ്സ് പ്രയർ ഉണ്ട്. അത് നമുക്ക് പങ്കുചേരാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പം മറന്നു പോകരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ ഡയറി കുറിച്ച് വെച്ചോണേ. ആനുവൽ ലീവ് ഒക്കെ അപ്ലൈ ചെയ്തോണം. ഈസ്റ്റ് ഹാമിൽ പ്രാർത്ഥന നടക്കുന്നു 27-ാം തീയതി. ഞാൻ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം 2 ദിവസത്തിനുള്ളിൽ. അപ്പോൾ അതോർത്ത് പ്രാർത്ഥിക്കണം. അതിൽ സംബന്ധിക്കുവാൻ കഴിയുന്നവർ, പ്രത്യേകിച്ച് എനിക്ക് ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വാ. നഷ്ടമൊന്നും നോക്കണ്ട. ബ്രദറെ, എനിക്ക് ഒത്തിരി പരിപാടിയുണ്ട്, അവിടെ ഇരുന്നോ, നിങ്ങൾ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വാ. നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ കൃപയാൽ വലിയൊരു പകർച്ച അവിടെ ഉണ്ടാകും. കാര്യം നമ്മൾ ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ദൈവം നിയോഗിച്ചിരിക്കുന്നത്. അതിൽ ഭാഗമാകുന്നത് വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു പാട്ടും പാടി ഹാലേലൂയ പറഞ്ഞ് സ്വോത്രം പറഞ്ഞിരിക്കുന്ന ഒരു സാധാരണ കൂട്ടായ്മയിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഇരുന്ന് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് വളരണം, എനിക്ക് പ്രയോജനപ്പെടണം, ആത്മീയമായി മാത്രമല്ല ഭൗതികമായും എനിക്ക് സാക്ഷിയാണെന്ന് ആഗ്രഹിക്കുന്നവർ കയറി വാ. വൻ കൃപകളാൽ കർത്താവ് നിറയ്ക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും യേശുവിന്റെ നാമത്തിൽ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, ഓ എൻ്റെ യേശുവേ. എന്നിട്ട് നിങ്ങൾക്ക് UK-യിലുള്ളവർക്ക്, രോഗസൗഖ്യം ലഭിച്ചവർക്ക്, ബ്രദറെ എനിക്ക് കുറച്ച് അവിടെ എനിക്ക് അറിയത്തില്ല കേട്ടോ, എത്ര പേര് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ആത്മാക്കളുടെ ഉടയവൻ ദൈവമായതുകൊണ്ട് തമ്പുരാൻ കൂട്ടിവരുത്തും. അവിടെ വരുന്ന ആൾക്കാരുടെ നടുവിൽ എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്ത ഒരു അത്ഭുത രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടെന്ന് അറിയിക്കണം. നിങ്ങളുടെ സാക്ഷ്യം, അവിടെ ദൈവം തൊട്ട സാക്ഷ്യം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫറ്റിക്കൽ ആയിട്ടുള്ള പ്രൊഫസിയുടെ ഫുൾഫിൽ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാൻ അവസരം. കാര്യം അവിടെ വരുന്ന യേശുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കതൊരു ബലപ്പെടുവാൻ ഇടയായിത്തീരും. താങ്ക് യു ജീസസ്. രോഗികളായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ, നമ്മൾ എവിടെ പ്രാർത്ഥന വെച്ചാൽ നിങ്ങൾ മറക്കരുതേ, നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ കൂട്ടുകാരിൽ രോഗികളുണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് വരണം. ഉറപ്പായിട്ടും യേശു അത്ഭുതം ചെയ്യും കേട്ടോ. ആമേൻ. ഗ്യാരണ്ടിയാണ്, 100% ഗ്യാരണ്ടിയാ. യേശു അത്ഭുതം ചെയ്യും. ആമേൻ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്യൻ മിഷൻ എന്ന് പറയുന്ന ഒരു നിയോഗം പരിശുദ്ധാത്മാവ് തന്നു. അത് നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ പലയിടങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ ഈ രാജ്യത്ത് UK-യുടെ പല ഭാഗത്തിൽ ഈ വരുന്ന ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പലയിടങ്ങളിൽ പ്രാർത്ഥന ക്രമീകരിക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വീണ്ടും പറഞ്ഞു, പിരിവല്ല, കർത്താവിന്റെ നാമത്തിൽ ബ്രദർ, എനിക്ക് ആ വരുന്ന മീറ്റിങ്ങുകൾക്കൊക്കെ വിതയ്ക്കുവാൻ ആഗ്രഹമുണ്ട്. ഒത്തിരി യാത്രകളുണ്ട്. ആഗ്രഹം ഹൃദയത്തിലുള്ളവർക്ക് എക്സ്ട്രാ വിതയ്ക്കാം. അതിനുവേണ്ടി വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കണം. നിയോഗം നിങ്ങളുടെ മനസ്സിൽ തമ്പുരാൻ തരുന്നുണ്ടെങ്കിൽ വിതയ്ക്കുക, ഇല്ല എങ്കിൽ വേണ്ട. കർത്താവിന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ആമേൻ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇന്ന് നന്ദിയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ മോനിഷ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ആ വ്യക്തിക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിപ്പാൻ ഒരു നിയോഗം തമ്പുരാൻ തരിക. തലയിൽക്കകത്ത് സംബന്ധമായ ഒരു രോഗം ആ മകളെ പിടിക്കുവാനും അത് നിമിത്തം കിടപ്പിലാക്കി ഈ ലോകത്ത് നിന്ന് മാറ്റിക്കളയുവാനും പിശാചിടാൻ നോക്കുന്ന ഒരു പ്ലാൻ. ഇന്ന് ആരാണോ ഈ മോനിഷയുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കേൾക്കുന്നത്, സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം, ലൈവിലെ കാണുന്നതെങ്കിൽ മോനിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവം മകളെ തൊടാൻ വേണ്ടി പോകുന്നു. നിങ്ങളിലൂടെ ദൈവം വിടിവിക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായിക്കോ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. ആ മകളുമായി ബന്ധപ്പെട്ട് സൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമേൻ പറഞ്ഞ് അത് ഏറ്റെടുക്കാം. പറഞ്ഞോ. നിങ്ങൾ വേറെ ഏതൊക്കെ പറഞ്ഞു പോകണല്ലോ. പറഞ്ഞു. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ട് മോനിഷാണ്. ഈ മോനിഷ എന്ന് പറഞ്ഞ ആളോ? ഒരു മിനിറ്റ്. നന്ദി കർത്താവേ. ഒന്ന് ശ്രദ്ധിച്ച് ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് ഞാനൊന്നും മിണ്ടുന്നില്ല, പ്രാർത്ഥിച്ചോണേ. സിസ്റ്ററെ, ആ കൂടെ വർക്ക് ചെയ്യുന്ന ആ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ജൂൺ മാസം അവളെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന സകല പിശാചിന്റെ മുഖങ്ങളും ഇന്ന് സാക്ഷ്യമാക്കുവാൻ ദൈവം നിങ്ങളെ അവളോട് പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്.
ഇതുപോലൊരു പ്രാർത്ഥനയിൽ കേട്ടതാണ്. ഞാൻ കാണുന്ന ഒരു മോള്, ഒരു മകള്, ആ ഈ മോനിഷ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മോളെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഒരടയാളമായിട്ട് കാണിക്കുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് ആ കുടുംബത്തെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം, ഓ യേശു, എനിക്ക് വലിയൊരു ദൈവസാന്നിധ്യം എന്റെ ഉള്ളത്തിൽ കർത്താവ്, ഈ സ്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 12 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 10 വർഷം, അതിന്റെ കൂടെ 2 വർഷം, 12, 10ഉം 12ഉം രണ്ടായിട്ട് എന്നെ കാണിക്കുക. ഈ കാലയളവിന്റെ അകത്ത് ആ ഭവനത്തിന്റെ അകത്ത് കയറിക്കൂടി ആ കുടുംബത്തിന്റെ അകത്ത് ഉണ്ടായ 2 മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തിന്റെ അകത്തുണ്ടായ അതേപോലെ തന്നെ ഒരു വഴിയിലൂടെ സകലതും ചോർന്ന് കൊണ്ടുപോകുവാൻ നോക്കിയ ചില വിഷയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുടെ സ്കറിയായുടെ ഭവനം യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, വലിയൊരു പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ ആ ഭവനത്തിന് വേണ്ടി സ്വീകരിച്ചു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുന്നു. ആ ഭവനത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ ഒരു ട്രിനിറ്റി എന്ന് പറയുന്ന ഏതോ ഒരു സംഘടനയുടെ ട്രിനിറ്റി എന്ന് എഴുതി വെച്ചിരിക്കുന്ന എന്തോ ഒരു ബ്രോഷറോ എന്തോ ഒരു സംഭവം ഞാൻ ആ കുടുംബത്തിൽ കാണും. ട്രിനിറ്റി എന്ന് അതിലിങ്ങനെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന ഒരു ഭവനത്തിൽ എന്തോ ഒരു ബ്രോഷറോ മറ്റെന്തോ ഒരു സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രിനിറ്റി എന്ന് പറയുന്നത് ഇതിനെ കാണുവാണ്. അതൊരു ഒരു സൈനായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു ട്രിനിറ്റി മിഷൻ അങ്ങനെ എന്തോ മിഷൻ ബന്ധപ്പെട്ടതാണ് അത് കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തെ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിന്റെ മേൽ ആൺ തലമുറയെ യേശു തൊടാൻ വേണ്ടി പോകുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ക്രിസ്തുവിൽ അവൻ വലിയവനായി തീരും എന്ന് പറയുന്നു. ആമേൻ പറഞ്ഞ് ആ തലമുറയ്ക്ക് വേണ്ടി ആ ആലോചനയെ സ്വീകരിച്ചു. ദൈവത്തിന്റെ അനിത സിസ്റ്ററെ, പറഞ്ഞു. അനിത സിസ്റ്ററെ എല്ലാ ദിവസവും അനിത സിസ്റ്റർ ഇങ്ങനെ മ്യൂട്ട് മാറ്റിയിട്ട് എന്തൊക്കെയോ പറഞ്ഞുണ്ട്. അനിത സിസ്റ്റർ കേട്ടെ, അനിത സിസ്റ്റർ മൈക്ക് മ്യൂട്ട് ചെയ്ത്. അനിത സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? എല്ലാ ദിവസവും സിസ്റ്റർ മ്യൂട്ട് മാറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. പറഞ്ഞു പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് അനാവശ്യമായി. അത് എന്റെ ഭവനമാണ്. സ്കറിയ എന്ന് പറഞ്ഞത് എന്റെ ഭവനമാണ്, എന്റെ വീട്ടിലാണ്. എന്റെ ഫാദറിന്റെ പേരാണ് സ്കറിയ. ഞാൻ ഈ 12 വർഷത്തിന്റെ അകത്തുണ്ടായ ചില മരണങ്ങൾ ആ കുടുംബത്തിന്റെ അകത്ത് ഒരു അനാവശ്യമായി കയറിക്കൂടിയ ചില വിഷയങ്ങൾ കർത്താവ് ഇന്നത് എടുത്തു മാറ്റുവാന്നാ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? ഇന്നത് യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചോണേ. ഒരു വഴിയിലൂടെ കയറിക്കൂടിയത് മറുവഴിയിലൂടെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വിടുന്നുണ്ട്. കർത്താവിനുള്ളത്തിൽ പറയുകയാണ്, എതിർക്കുന്ന ശത്രുക്കൾ അവിടുന്ന് നീങ്ങിപ്പോകും. അതിനുള്ളത്തിൽ കർത്താവ് പറയുക, ചിലര് നീങ്ങിപ്പോകും കേട്ടോ. നിങ്ങൾക്കെതിരെ ഇങ്ങനെ എവിടെ പോയാലും പുറകെ നടന്ന് നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് ആ സ്ഥലത്തിന്റെ മേൽ വാത് വെച്ച് അത് കരത്തിലേക്ക് വരണമെന്ന് ഇന്ന് പറയുന്ന സകല നുഖങ്ങളും കൂടി അതെല്ലാം നഷ്ടങ്ങളെയും ദൈവം ലാഭമാക്കാൻ വേണ്ടി പോവാ. ഞാനൊരു നിലം കർത്താവ് തരുന്നായിട്ട് കാണുക. യേശുവിന്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമായി തമ്പുരാൻ മാറ്റും കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പോ ഈ ബാക്കിൽ പെടലിയുടെ പുറകിൽ ഇങ്ങനെ പെടലിയുടെ പുറകുവശത്ത് ഇങ്ങനെ വേദന, അത് പ്രത്യേകിച്ച് ഷോൾഡറിലേക്കും ഒക്കെ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ പോകുന്ന വ്യക്തികൾ ഇപ്പോൾ ഒന്ന് കൈവച്ചേ. ആ വേദന അനുഭവിക്കുന്നവർ സൂമിലോ യൂട്യൂബിലോ എന്നെ കേൾക്കുന്നവരൊന്ന് കൈവച്ചേ. എന്നിട്ടൊന്ന് യേശുവിന്റെ നാമത്തിലൊന്ന് കൽപ്പിച്ച് ഇന്ന് ആ വേദന വേണ്ട, കരമെടുത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണരുകളാൽ കർത്താവ് ഞങ്ങളിപ്പോ ആത്മാവിൽ അതിന്റെ മേൽ തൊടുക. ഈ നിമിഷം ആ വേദന അവിടെ നിന്ന് വിട്ടുമാറുക. അതോടൊപ്പം തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും ആ കൈ എടുത്ത് ഈ കൂട്ടത്തിൽ വെച്ചു.
ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യമാണ്. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ അങ്ങയുടെ അടിപ്പിണരാലുള്ള സൗഖ്യം ഞങ്ങളുടെ അവകാശമാണല്ലോ അപ്പ. എല്ലാ വേദനയുടെ ദുരാത്മാക്കളെയും വേദനയുടെ ശക്തികളെയും എല്ലാ രോഗശക്തികളെയും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ശരീരങ്ങൾ വിട്ടു മാറിപ്പോട്ടെ. സൗഖ്യത്തെ കൽപ്പിക്കുന്ന അപ്പൊ യേശു ജീവിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ രോഗത്തെ അനുഭവിച്ചതാ, ഞങ്ങളുടെ വേദനകളെ ചുമന്നതാ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ സൗഖ്യം വന്നിരിക്കുന്നു. കൈവച്ചു. ഓ യേശുവേ, ഇപ്പോൾ അത് സംഭവിക്കുന്ന അലർജി രോഗങ്ങൾ സൗഖ്യമാകുക ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ചില ഭക്ഷണം കഴിക്കുമ്പോൾ ഒമിറ്റിംഗ് ടെൻഡൻസി, ഛർദ്ദിക്കാൻ വേണ്ടി വരുന്ന അവസ്ഥകൾ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഛർദ്ദിക്കാനുള്ള തോന്നല. ഒന്നെങ്കിൽ അത് ഛർദ്ദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടേയിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചില വ്യക്തികൾ ആ ഉദരത്തിൽ കൈവച്ചു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിയുക. കഴിയുമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൈ പിടിച്ചു. എന്നിട്ട് ഇപ്പോൾ കർത്താവെ ഞങ്ങളുടെ നാമത്തിൽ കുപ്പിക്കകത്തോ ഗ്ലാസ്സിലോ എടുത്തു വെച്ചു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അത് കൽപ്പിക്കുന്നപ്പോൾ അത് പഥ്യമായി മാറട്ടെ. ഉദരത്തിലേക്ക് ചെല്ലുമ്പോൾ അത്ഭുത സൗഖ്യമായി തീരട്ടെ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോ അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം, ഹീലിംഗ് അനോയിന്റിങ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ ഇപ്പോൾ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. സൗഖ്യത്തിന്റെ ശക്തി ഒരു കാറ്റുപോലെ അവരുടെ മേൽ അടിക്കട്ടെ. ഫ്രീ ആകട്ടെ. ഇപ്പോൾ ആ വേദനയിൽ നിന്നും രോഗത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആകട്ടെ. താങ്ക് യു ജീസസ്. നന്ദി യേശുവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവ്. വേദന വിമുക്തമായ കൃപയ്ക്ക് നന്ദി, രോഗവിമുക്തമായ കൃപയ്ക്ക് നന്ദി. ബ്ലഡിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന് നന്ദി. ആന്തരിക അവയവങ്ങൾ പുതിയതായി നന്ദി കർത്താവ്. ചാടട്ടെ, ഓടട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ സമയത്ത് ശരീരത്തിൻ്റെ അകത്ത് വേദന മാറി എന്ന് അനുഭവിക്കുന്ന പൂർണ്ണമാണ്, ആശ്വാസമല്ല, പൂർണ്ണമായി എനിക്ക് മാറിയെന്ന് ഉറപ്പുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സൂമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു ജോഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കാണിക്കുന്നു. ഈ ജോഷി എന്ന് പറയുമ്പോൾ തന്നെ ജോഷിയുടെ കൂടെ ഞാനൊരു ജോർജ് എന്നുള്ള പേരും കൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഉള്ളത്തിൽ കർത്താവിനൊരു വാക്ക് പറയുകയാണ്. ആ കുടുംബത്തെ വേരോടെ പിഴുതെടുക്കുവാൻ നോക്കുന്ന സകല ശത്രുക്കളും മുട്ടും മടക്കാൻ വേണ്ടി പോവാണ്. ജോഷിയുടെ ഭവനം എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആമേൻ പറഞ്ഞ് ജോഷിയുടെ ഭവനം എന്ന് സ്വീകരിച്ചു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നല്ലോ. ഒന്ന് ചെക്ക് ചെയ്തേ. വേദനയാലും രോഗത്താലും ഇരിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ സൂമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത്, യൂട്യൂബിലാണെങ്കിൽ നിങ്ങളൊന്ന് എന്താണോ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടൊന്ന് നോക്കിക്കേ. ആ വേദന അവിടെ ഉണ്ടോ, ആ വേദന അവിടെ നിന്ന് ഒന്ന് ചെക്ക്. വിശ്വാസത്തിന്റെ ഒരു ആക്ഷൻ നോക്കിക്കേ. എന്താണോ ബുദ്ധിമുട്ട്, ഈ മ്യൂട്ട് മാറ്റിയിരിക്കുന്നവർ പറയാൻ വേണ്ടി. ആ ബ്രദറെ, എനിക്ക് ഈ പുറം വേദന ഉണ്ടായിരുന്നു. നല്ല തൊട്ടപ്പത്തേക്കിന് പ്രാർത്ഥിച്ച്, ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കിന് ഇപ്പൊ എനിക്ക് സൗഖ്യം കിട്ടി. ആമേ. ഞാൻ എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ? ഏത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് കയറും പോലെ ഇങ്ങനെ പുറം വേദനയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പനിയുടെ ഒക്കെ ഭാരമായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഇല്ല. ഓ നന്ദി കർത്താവ്. ഓ നന്ദി യേശുവേ. മറ്റാരെങ്കിലും? ആ ജോഷി, ജോഷി, ജോഷി. ആ പറഞ്ഞു ബ്രദറെ. ജോർജ് എന്ന് പറഞ്ഞത് ജോഷിയുടെ വീട്ടിലുള്ള ആൾ തന്നെയാണോ? ഈ ജോഷിയും ജോർജുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഒരു കണക്ഷനെ കർത്താവ് എന്നെ കാണിക്കുവാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേരോടെ പിഴുത് മാറ്റുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന മുഖങ്ങൾ ഒടിഞ്ഞിട്ട് എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു വലിയൊരു പ്രവൃത്തിയെ സംഭവിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ എന്നുള്ളൊരു മാസം ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എടുത്തന്നെ കാണിക്കുക. സെപ്റ്റംബർ എന്ന് പറയുന്ന മാസവുമായിട്ട് വലിയൊരു പ്രവൃത്തി ദൈവം ചെയ്യാൻ വേണ്ടി പോവാം. നോട്ട് ചെയ്തോ കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും പറഞ്ഞോ? അതെ, ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞ് കാണിച്ചല്ലോ, അതെന്റെ വീട്ടിലൊരു ട്രിനിറ്റി വർഷിപ്പ് സെന്റർ എന്ന് പറഞ്ഞ ഒരു കലണ്ടർ ഉണ്ട് ചർച്ചിൽ നിന്ന് കിട്ടിയ. ട്രിനിറ്റി എന്നുള്ളത് ചർച്ചിന്റെ വർഷിപ്പ് സെന്റർ. അത് യേശുവിന്റെ നാമത്തിൽ എന്നെ ആ ഭവനത്തെ കർത്താവിനെ കാണിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ആലോചന കേട്ടായിരുന്നല്ലോ, അത് സ്വീകരിച്ചോ കേട്ടോ.
കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ. ബ്രദറെ, എനിക്കൊരു 3 മാസമായിട്ട് എന്റെ കൈക്ക് ഓരത്തിന് ഭയങ്കര വേദനയായിരുന്നു. ഒന്നും ചെയ്യത്തില്ല, ഭയങ്കര വേദന. ഇപ്പം ബ്രദർ പറഞ്ഞപ്പോ ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ച് ഇപ്പൊ അത് മാറി. അതിപ്പോ ഒരു കുഴപ്പമില്ല ഇപ്പം. ഇപ്പൊ ഇല്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവ് തൊട്ട കൃപയ്ക്ക് 3 മാസം കൊണ്ട് അനക്കാൻ പറ്റത്തില്ലായിരുന്നു അല്ലേ? കർത്താവ് അങ്ങ് തൊട്ട് ഭയങ്കര വേദന. ഇപ്പൊ വേദന ഒട്ടുമില്ല. ഇപ്പൊ ഇല്ല. നന്ദി യേശു, നന്ദി യേശുവേ, നന്ദി കർത്താവേ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ? എനിക്ക് വലത് കൈയുടെ ഒരത്തിനും വലത് കാലിന്റെ മുട്ടിനും നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം പൂർണ്ണ സൗഖ്യമായി. എത്ര നാള് സിസ്റ്ററെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 2-3 ആഴ്ച കൊണ്ടുണ്ടായിരുന്നു. ഇപ്പൊ വേദന ഇല്ല? ഇല്ല, പൂർണ്ണ സൗഖ്യമായി. പൂർണ്ണ സൗഖ്യം. നന്ദി കർത്താവേ, രോഗസൗഖ്യത്തിന്റെ വരത്തിനായി നടന്നു നോക്കി. വലിയ കാര്യം. വിശ്വാസത്തിന്റെ ആക്ഷൻ കൊണ്ടോ വേദന മാറി എന്ന് ഉറപ്പ് വരുത്താൻ ഇറങ്ങി നടന്നു നോക്കി രാത്രിയിൽ അല്ലേ? കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. അപ്പൊ യേശുവിന്റെ നാമത്തിൽ തന്നെ ഒരു നിമിഷം ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ദർശനം കാണിക്കുന്നു. ഒരു ബാഗിന്റെ അകത്ത് കർത്താവ് ഒരു കാഴ്ച കാണിക്കുകയാണ്. 2 ബാഗ് തുറന്നെന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു കാഴ്ച കാണിക്കുകയാണ്. ബാഗ് തുറന്നിട്ട് ഒരു ബ്ലാക്ക്, ഭയങ്കര ബ്ലാക്ക് അല്ല, ബ്ലാക്കും വേറൊരു ഡാർക്ക് കളറിലെ പേഴ്സാണ് ഞാൻ കാണുന്നത്. വലിപ്പമുള്ളൊരു പേഴ്സാണ്. അത് തുറന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കാണുമ്പോൾ തുറന്നിട്ട് കാണിക്കുക, ഒരു അടയാളം പോലെ കർത്താവ് എന്നെ കാണിക്കുക. ഒരേപോലത്തെ 2 പേന അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഭർത്താവിൻ്റെ ഒരു ഐഡന്റിറ്റി കാർഡ് ആ ബാഗ് കിടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വാച്ച് അതിൻ്റെ അകത്ത് ഇപ്പോൾ കിടപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ആ ബാഗിന്റെ ഉടമയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, രാജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഈ ബാഗ് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തി ആരാണോ, ഈ ബാഗിന്റെ ഉടമസ്ഥ വെച്ചിരിക്കുന്നത് ആരാണോ, ആ വ്യക്തി ഇപ്പൊ തന്നെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. തടഞ്ഞു കടന്ന സാധനത്തെ, ഒരു നന്മയെ ഈ രാജു എന്ന് പറയുന്ന വ്യക്തി മുഖാന്തിരം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത്, ഓടിപ്പോയ ബാഗ് ചെക്ക് ചെയ്ത്, ഈ അടയാളങ്ങൾ മുഴുവനും ആ ബാഗിന്റെ അകത്തുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സൂമിലാണെങ്കിൽ അത് പ്രതികരിക്കാം, അല്ല യൂട്യൂബിലോ ലൈവിലോ കേൾക്കുന്നവരാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. ദൈവം തടസ്സപ്പെടുത്തി കിടന്നതിനെ തുറക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞതിനെ ഉറപ്പിച്ചു. പറഞ്ഞു സിസ്റ്ററെ. ആമേൻ. ബ്രദറെ, എന്റെ ബാഗിനകത്ത് ഒരു കറുത്ത പേഴ്സിനകത്ത് എന്റെ ഭർത്താവിന്റെ ആധാർ കാർഡ് ഉണ്ട്. ആ ബാഗിൽ തന്നെ ഒരു വാച്ചും ഉണ്ട്. ഞാനത് ഏറ്റെടുക്കുന്നു. ആമേൻ. ഈ പറഞ്ഞ രാജു എന്ന് പറഞ്ഞ പേര് നോട്ട് ചെയ്ത്. ഹസ്ബൻഡിന്റെ ചേട്ടനാ. ഇത് വലിയ സഹോദരിക്ക് വേണ്ടി തന്നെ കേട്ടോ. ഞാനിത് നമ്മൾ ഈ സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്ന പെട്ടെന്ന് എന്റെ ഉള്ളത്തിൽ കർത്താവ് ആ വ്യക്തിയെ പ്രവചിക്കാൻ പറഞ്ഞോ. ഹസ്ബൻഡിന്റെ ചേട്ടനല്ലേ? അതെ. സിസ്റ്റർ, ഈ ബാഗിൽ കിടക്കുന്ന സാധനമൊക്കെ ഞാൻ കാണാൻ വല്ല വഴിയുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഈ പേര് ഞങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? രാജുവിന്റെ കാര്യം വല്ലോ? യേശു അത്ഭുതത്തെ തുറക്കാൻ വേണ്ടി പോകട്ടോ. കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വ്യക്തിയെ ദൈവം തൊടും കേട്ടോ. എനിക്കറിയത്തില്ല, ആ വ്യക്തിയെ ദൈവം തൊട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളെ കർത്താവ് ഒരുക്കാൻ വേണ്ടി 10 ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോവാ. ആ വ്യക്തി ഒരു മുഖാന്തരമാക്കി. ഹസ്ബൻഡിന്റെ ചേട്ടൻ വയ്യാതിരിക്കുക. കാലിന്റെ വിരലിന് ഇതുപോലെ ഷുഗർ ഉണ്ട്. ഒരു വിരല് മുറിച്ചിപ്പോ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് വന്നതേ ഉള്ളൂ പുള്ളിയെ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വ്യക്തി മുഖാന്തിരം ഒരു നന്മ ദൈവം തുറക്കാൻ വേണ്ടി പോകട്ടോ. വ്യക്തി നന്മയാകുമല്ല, വ്യക്തി മുഖാന്തിരം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഈ സമയത്ത് നിങ്ങൾ വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ സ്പർശനങ്ങൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് രോഗികൾ പിന്നെയും പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ശരീരത്തിൽ വലിയ സൗഖ്യം നടക്കുക. ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവിനെ കാണുക. നാളുകളായിട്ട് കാലുകൾ, പ്രത്യേകിച്ച് ഇടത് കാലിൻ്റെ അസ്ഥിയുടെ മുട്ടിൻ്റെ താഴേക്ക് അസ്ഥിക്കകത്തോട്ട് ഇങ്ങനെ മരവിപ്പും, ചില സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എണീക്കണമെങ്കിൽ ആരെങ്കിലും പിടിച്ചു പൊക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു വലിഞ്ഞ് നിങ്ങൾക്ക് എണീറ്റ് വരണം. ഭയങ്കര വേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തികളാണ്. ഇപ്പോൾ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞേ, സൗഖ്യം എനിക്ക് അവകാശമാണെന്ന് പറ.
അത്ഭുതം എൻ്റെ അവകാശമാണെന്ന് പറ. സൗഖ്യവും ആരോഗ്യം യേശു ക്രിസ്തുവിലുള്ള എനിക്ക് അവകാശമാണെന്ന് പറ. രോഗത്തോട് പറ, നീ എൻ്റെ മേൽ കയറി ഇരിക്കണ്ട, നിന്നെ യേശു ക്രൂശിൽ തകർത്തതാന്ന് പറ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്ന ഈ ഹെയർ ലോസ് ആകുന്ന, മുടികൾ കൊഴിഞ്ഞു പോകുന്ന എന്തോ ഒരു രോഗം, അതൊരു സാധാരണ വരുന്ന പോലെയല്ല, അതൊരു രോഗം പോലെ ചിലരുടെ ശരീരത്തിൽ കയറിക്കൂടി മുടി കൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുക. സ്കിന്നിൻ്റെ അകത്ത് എന്തൊക്കെയോ പ്രോബ്ലംസ് നിങ്ങൾ വന്നുകൊണ്ട് കൈയെടുത്ത് വെച്ചു. ആ രോഗത്തെ അനുവദിക്കേണ്ട, ഇറക്കി വിട്ടു യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഇപ്പോൾ തന്നെ സ്കിന്നിൻ്റെയും ശരീരത്തിൻ്റെയും ബുദ്ധിമുട്ടുകൾ സൗഖ്യമാകട്ടെ, അത് റിസ്റ്റോർ ആകട്ടെ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. സ്കിന്നിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും, ഈ ശരീരത്തിൻ്റെ അകത്ത് സ്കിന്ന് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത്, പൊളിഞ്ഞു പോകുന്ന അവസ്ഥകൾ കൈവച്ചു. ഈ നിങ്ങളുടെ അവകാശമാണ്. നമ്മളിങ്ങനെ പോകേണ്ടവരല്ല, യേശുവിൻ്റെ മക്കളാ, കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ മക്കൾ. ഇത് സഹിക്കേണ്ടവരല്ല. രക്തസർവക്കാർ സ്വന്തമായിട്ട് തീരുമാനം, യേശുവിനെ തൊടും, ഞാൻ സൗഖ്യമാകും എന്ന് പറഞ്ഞതുപോലെ പറ, ഞാൻ സൗഖ്യമാകും, ഞാൻ അത്ഭുതം കാണും. ആ രക്തസ്രവക്കാരെ നോക്കിയിട്ട് യേശു പറഞ്ഞു, അഹങ്കാരി എന്നല്ല വിളിച്ചത്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിച്ചിരിക്കുന്നു. പ്രിയരെ, നിന്റെ വിശ്വാസം വലുതെന്ന യേശു പറഞ്ഞത്. കണ്ടോ, അവളെ പോലെ നമുക്ക്, ആ മകളെ പോലെ നമുക്ക് ആകാം യേശുവേ. ഓ താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ATM കാർഡ് കർത്താവ് എന്നെ കാണിക്കുക. 42, അതിനുശേഷം 95, അതിനുശേഷം 23. ഈ നമ്പർ ആരെങ്കിലും കുറിച്ചിട്ട് ഞാൻ അത് നോക്കിക്കോണേ. ഇന്ന് ഇത്രയും പറഞ്ഞ നമ്പർ ശ്രദ്ധിച്ചോണേ. ഈ നമ്പറിൻ്റെ അകത്തുള്ള ഒരു ATM കാർഡ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തൊരു ബ്ലൂ കളറിലെ ഒരു കാർഡാണ് ഞാൻ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻസിൻ്റെ അകത്ത് മേഖലകളെ, അതിലൂടെ ചില ക്രയവിക്രയങ്ങളെ ചെയ്യുവാൻ ദൈവം ഡോറുകളെ തുറക്കാൻ വേണ്ടി പോവാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ അഖില എന്ന് പറഞ്ഞു, അഖില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര്, അഖില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തമ്പുരാൻ കാണിക്കുക. അഖിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ഭാവിയെ അടയ്ക്കാൻ നോക്കുന്ന പിശാചിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുന്നു എന്ന് പറയുന്നു. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഈ പത്തനാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലം കർത്താവ് എന്നെ കാണിക്കുക. പത്തനാപുരം എന്ന് പറഞ്ഞ് ഈ സ്ഥലം കാണിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഈ പത്തനാപുരം എന്നുള്ള സ്ഥലത്ത് പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി തൊടാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഈ സ്ഥലവും ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ് ഏറ്റെടുത്തോണെ. പത്തനാപുരത്തിൽ നിന്നും നന്മ തുറക്കാൻ വേണ്ടി പോകുന്നു. പ്രത്യേകിച്ച് ഈ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്തു നിന്നും നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴികളെ ദൈവം തുറക്കും. ഓ യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക നുഖങ്ങൾ അഴിയട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അത്ഭുതങ്ങൾക്ക് നന്ദി. ഈ പറയുന്ന വ്യക്തിയുമായിട്ട് സിസ്റ്റർ ഇങ്ങനെ പുരുഷോത്തമൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചു. അറിയാം ബ്രദറെ, നമുക്ക് അറിയാവുന്ന ഒരാളാണ്, നമ്മുടെ വീടിന്റെ അവിടെ താമസിച്ചിരുന്നവരാണ്. ഈ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ വ്യക്തി ആണോ? പത്തനാപുരത്ത്. ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ആ വ്യക്തിയുടെ ഭവനത്തിന്റെ അകത്തുനിന്നും, പുരുഷോത്തമനല്ല, പുരുഷോത്തമന്റെ വ്യക്തിയുടെ അതിന്റെ അകത്തു നിന്നും ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നവർ കേട്ടോ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ പേനയുടെ ആലോചന ഒരേപോലെ ഒരേ ആലോചന വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലേക്ക് പകരപ്പെടും കേട്ടോ. താങ്ക് യു ജീസസ്. കർത്താവ് ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഷാരോൺ എന്ന് പറയുന്ന ഒരു വീട്ടുപേര്, ഷാരോൺ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ വീട്ടിൻ്റെ അകത്ത് ഷാരോണിലെ പനിതീർ പുഷ്പം പോലെ ഭവനത്തിൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ വേണ്ടി പോകട്ടോ. ഷാരോൺ എന്ന് പറയുന്ന ഒരു ഭവനത്തിൻ്റെ പേര്. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞു. ട്രിനിറ്റി, അത് ഞാൻ ദുബായിൽ വർക്ക് ചെയ്തോണ്ട് എന്റെ കമ്പനി ഞങ്ങളൊരു സബ് കോൺട്രാക്ട് ആയിരുന്നു ഞാനത്.
ഞങ്ങള് എക്കണോമിക് ക്രൈസിസ് വന്നിട്ട് ദുബായിൽ നിന്ന് മാറിയായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിന്റെ കമ്പനിയുടെ ട്രിനിറ്റി എന്ന് പറഞ്ഞ കമ്പനിയുടെ സബായിരുന്നു ഞാൻ. അപ്പൊ ട്രിനിറ്റിയിലെ കമ്പനി ഞാൻ കുറെ കാശ് തരാനുണ്ടായിരുന്നു. അപ്പൊ 5-6 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്റെ പുറകെ നടക്കുക. അപ്പൊ അവര് തരാന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പറ്റുകയല്ലാതെ വേറെ തരുമെന്നില്ല. അപ്പൊ ട്രിനിറ്റി എന്ന് പറഞ്ഞപ്പോ അതിന്റെ പ്രൊഫഷണൽ കാര്യമൊക്കെ ഞങ്ങളുടെ ഉണ്ട്. അത് യേശുവിനെ നാമത്തിൽ കൈവച്ചിട്ടെന്ന് പറയാം, എന്റെ നന്മ എന്നിലേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞോണം. ആ കൈവച്ചിട്ട്, ആ ബ്രോഷറെ കൈവച്ച് പറഞ്ഞോണം, എന്റെ അനുഗ്രഹം എന്നിലേക്ക് തുറന്നു വരും കേട്ടോ. പറ്റിക്കാൻ പറ്റത്തില്ല, നന്മ റിലീസ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഒരു നിമിഷം ഞാൻ ഒന്ന് നിങ്ങളെ ഒന്ന് ബ്ലസ് ചെയ്തോട്ടെ. ഈ സമയത്ത് സൗഖ്യം അനുഭവിക്കുന്നവർക്ക് സാക്ഷ്യം പറയാം. നിങ്ങൾ ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത്. നിങ്ങളുടെ സാക്ഷ്യം വളരെ വിലയേറിയതാണ്, മറ്റൊരാൾക്കുള്ള വഴിയാണ്. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? ആ പേഴ്സൊക്കെ എടുത്ത് പിടിച്ച് യേശുവിന്റെ നാമത്തിൽ ആ കരത്തിലേക്ക് നന്മ വരാൻ വേണ്ടി പോവാ. കരത്തിലേക്ക് നന്മ വരാൻ വേണ്ടി പോവാ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, അവർ ബ്ലോക്കായി കിടക്കുന്ന മേഖല ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നപ്പോൾ നന്മകൾ ഇതുപോലെ തടസ്സപ്പെട്ട് ബിസിനസ്സിൽ, ജോലിയിൽ, അവരുടെ കൈമാറ്റങ്ങളിൽ നന്മ കയറാതെ വായ്പ മേടിച്ച് മറ്റുള്ളവർ മുമ്പിൽ നിന്നാപാത്രമായി പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് കേട്ടെ, നിങ്ങൾ ഇങ്ങനെ പോകേണ്ടവരല്ല. ബൈബിൾ പറയുന്നു, വാരി വീതറി കൊടുക്കും, വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളെ പിന്തുടരും. ഐശ്വര്യവും സമ്പത്തും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും. ബാലസിംഹങ്ങൾ ഇരകിട്ടാതലയും. ദൈവത്തെ വിളിക്കുന്നവന് ഒരു നന്മയ്ക്കും ഇത്രയും വചനം കിടക്കുക. കർത്താവ് സകല സാമ്പത്തിക ശാപങ്ങളെയും കെട്ടുകളെയും പൊട്ടിച്ചുവിടുന്നപ്പം റിലീസ് ചെയ്ത് മിറക്കിൾ മണികൾ സ്റ്റാർട്ടാകട്ടെ. നിലങ്ങൾ സ്വന്തമായി വരട്ടെ, ഭവനങ്ങൾ സ്വന്തമായി വരട്ടെ, കാണുന്നവർക്ക് അസൂയ തോന്നുമാർ വളരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഓവർഫ്ലോയിങ് അനോയിന്റിങ് വ്യാപരിക്കട്ടെ. എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ വലിയൊരു ഓവർഫ്ലോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല, ഇങ്ങനെ ഓവർഫ്ലോയിങ് അനോയിന്റിങ് വന്നുകൊണ്ടിരിക്കുക. ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവെ അങ്ങ് തൊടുന്നല്ലോ. നിർത്താൻ തോന്നാത്ത രീതിയിൽ വലിയൊരു അഭിഷേകം എൻ്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കത് ഫീൽ ചെയ്യുന്നു. ഒരു ഓവർഫ്ലോയിങ് അനോയിന്റിങ് എൻ്റെ മേൽ വ്യാപരിക്കുന്നു. നിർത്താതെ പ്രവചിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് ആകണമെന്ന് ആഗ്രഹമുള്ളവർ ലെഫ്റ്റ് ആയിക്ക്, കുഴപ്പമില്ല. നിൽക്കാൻ താല്പര്യമുള്ളവർ നിന്നോ. വലിയൊരു ഓവർഫ്ലോയിങ് അനോയിന്റിങ് വ്യാപരിക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വലിയ രോഗസൗഖ്യം നടക്കട്ടെ. കണ്ണുകളൊന്ന് കൈയെടുത്ത് വെച്ചു. ഒരു കണ്ണിന്റെ കാഴ്ച പാതി നഷ്ടപ്പെട്ടു, മറുകണ്ണ് കാണുന്നുണ്ട്. മറ്റേ കണ്ണിങ്ങനെ പയ്യെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു സർജറി വേണം. സർജറി ചെയ്താലും നമുക്ക് ചാൻസ് കൂടുതലും കുറവെന്നൊക്കെയാണ് പറഞ്ഞത്. കൈയെടുത്ത് വെച്ചു, സർജറി വേണ്ട, പൂർണ്ണ സൗഖ്യം ഇപ്പം സംഭവിക്കും. ആ മങ്ങിയ അവസ്ഥകൾ പൂർണ്ണമായിട്ട്, നിങ്ങൾ പൂർണ്ണ കാഴ്ചയുള്ള കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ വരിക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കണ്ണ് തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചലിക്കാത്തതെല്ലാം ചലിക്കട്ടെ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ പ്രവീൺ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തമ്പുരാൻ പറയുന്നു. ഈ പ്രവീണിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച, ഈ പ്രവീൺ ജനിച്ചിരിക്കുന്ന ജനനത്തിൻ്റെ മാസം എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ജനിച്ച മാസം നവംബറിലാണ് ജനിച്ചിരിക്കുന്നത്. ഈ പ്രവീൺ ജനിച്ചിരിക്കുന്ന നവംബർ മാസത്തിലാണ്. അവനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, അവൻ്റെ ആയുസ്സിനോട് പോരാടുന്ന സകല ദുഷ്ടപിശാചിൻ്റെ മുഖങ്ങളും ഇപ്പോൾ തകർന്നു മാറുന്നു. പ്രവീണുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നവംബർ മാസത്തിൽ ജനിച്ച പ്രവീണുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി സ്വീകരിച്ചു. നഷ്ടപ്പെട്ടു പോകത്തില്ല. അത്ഭുത സാക്ഷ്യമായിട്ട് ആ മകൻ പോകട്ടെ. അവൻ്റെ ആയുസ്സിനെ കെടുത്തുവാൻ നോക്കുന്ന, അവനെ നശിപ്പിക്കാൻ നോക്കുന്ന സകല നുഖങ്ങളും ഇപ്പോൾ തന്നെ ഞാൻ കൽപ്പിക്കുന്നപ്പ പ്രവീണെ വിട്ട് മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ഫ്രീ ആകട്ടെ. കർത്താവെ, ആ കുടുംബം കരയേണ്ട കുടുംബമല്ല, യേശുവിൻ്റെ സാക്ഷ്യമാകേണ്ട കുടുംബം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യൂട്യൂബിലോ ഇന്ന് ലൈവിലോ ആ ഭവനം കേൾക്കുന്നുണ്ടെങ്കിൽ വേഗത്തിൽ മടികൂടാതെ പ്രവീണിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. കർത്താവിന്റെ സാക്ഷ്യമായി പ്രവീൺ മാറുന്നു, അത്ഭുതമായി പ്രവീൺ മാറുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഞാൻ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ ഉള്ളത്തില് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ഇന്ന് കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. കർത്താവിൻ്റെ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു, ഈ ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പേപ്പർ കർത്താവ് എന്നെ കാണിക്കുക. 2018 ഈ കോവിഡിന് മുമ്പ്
നിങ്ങൾക്കത് പാസ് ആകേണ്ട ഒരു പേപ്പറായിരുന്നു. അതായത് കോവിഡിന് മുമ്പ് ക്ലിയർ ചെയ്ത് വരേണ്ട ഒരു പേപ്പറായിരുന്നു. പക്ഷെ അത് ക്ലിയർ ആയില്ല. കോവിഡിന് ശേഷം നിങ്ങൾ അതിന്റെ പുറകെ കുറെ ഓടി. പക്ഷെ ഇപ്പൊ അത് നിങ്ങൾക്ക് കയ്യിലെത്തുന്ന സമയം എത്തുന്ന ടൈമിലെല്ലാം അത് മാറിപ്പോകും. അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് ദൈവം അതിനുവേണ്ടി ഒരു ഡോർ, ആ വ്യക്തി ഇതിൻ്റെ അകത്ത് ഇടപെടുത്തി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ഡോറ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് PDF ആയിട്ട് എന്തുവാണെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് കൈ വെച്ചിട്ട് ഉടനെ പറയണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ വിഷയത്തിന്റെ മേൽ അത്ഭുതം കാണും എന്ന് പറഞ്ഞോണം കർത്താവ് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ക്രിയേറ്റീവ് മിറക്കിൾസ് എന്ന വിഷയത്തിന്റെ മേൽ ഉണ്ടാകുന്നല്ലോ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കുവാൻ കൃപ തരാൻ വേണ്ടി പോകട്ടോ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞ് അതിന്റെ മേൽ സ്വീകരിച്ചു. അങ്ങനെ തന്നെ ദൈവം അത് സാക്ഷ്യമാക്കും. പറയാൻ വേണ്ടിയാണ് ബ്രദറെ മ്യൂട്ട് മാറ്റിയത്. അല്ലെങ്കിൽ പറയാനല്ലാത്തവരെല്ലാം ഈ സൂമിലുള്ളവര് പറയാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റുക. അല്ല എങ്കിൽ പറഞ്ഞു. ഷാരോൺ എന്ന് പറഞ്ഞൊരു വീട്ടുപേര് പറഞ്ഞില്ലായിരുന്നു? അത് എന്റെ വീട്ടുപേരാണ്, ഷാരോൺ എന്ന്. ഏറ്റെടുത്തു സിസ്റ്ററെ. ഷാരോണിലെ പനിനീർ പുഷ്പം പോലെ തമ്പുരാൻ ആ വീടിനെ പണിതെടുക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. എന്റെ ഉള്ളത്തിൽ കർത്താവിനോട് പറഞ്ഞതാണ്, നിന്ദിച്ചവരുടെ നടുവിൽ തമ്പുരാൻ മാനിക്കാൻ വേണ്ടി പോവാ. നിങ്ങളുടെ ഭവനം അനേകരുടെ നടുവിൽ ഒരു സംസാര വിഷയമായി, അനുഗ്രഹത്തിന്റെ സംസാര വിഷയമായി തമ്പുരാൻ മാറ്റാൻ വേണ്ടി പോവാ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. പറഞ്ഞു. രാവിലത്തെ പ്രേയറിനകത്ത് ബ്രദർ പറഞ്ഞില്ലായിരുന്നു സുഭാഷിന്റെ ഭവനത്തില് തൊടാൻ പോവുകയാണെന്ന്. സുഭാഷിന് ഒരു മകളുണ്ട്, മകളുടെ ജീവിതത്തിൽ തൊടാൻ പോവുകയാണെന്ന്. എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് സുഭാഷ്. ഏറ്റെടുത്തു. ഞാൻ ആമേൻ. രാവിലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും എന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പ്. എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിൽ എല്ലാ ദിവസവും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചൊരു വോയിസ് റെക്കോർഡ് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ആ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് എന്നെ ഏൽപ്പിച്ചൊരു പ്രവചന ആലോചന കാണും. ആ രോഗസൗഖ്യ പ്രാർത്ഥന എൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളത് എല്ലാ ദിവസവും കേൾക്കുക. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളോട് ഇടപെടും കേട്ടോ. എന്നാ സഹോദരി, ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്താണ് കേട്ടത്? ഇന്നത്തെ ആലോചനയ്ക്കകത്താണ് ഇന്ന് രാവിലെ ആ പ്രാർത്ഥനയുടെ കൂടെ ദൈവം ഈ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചതാണ്. ആ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണത്. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ സുശീലയാണ് ബ്രദറെ. കണ്ണൂരിന്ന് എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു ബ്രദറെ. എന്റെ ഓർമ്മ വച്ച കാലം മുതല്, എനിക്കിപ്പോ 52 വയസ്സായി. ഓർമ്മ വച്ച കാലം മുതല് എന്റെ ജീവിതം അലറുന്ന കടല് പോലെയായിരുന്നു. ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ. പക്ഷെ എന്റെ ദാമ്പത്യ ജീവിതത്തിൽ 30 വർഷം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ബ്രദറിന്റെ യൂട്യൂബിൽ ഞാൻ ഇടയ്ക്കിടെ കയറാറുള്ളൂ. പക്ഷെ എന്ന് ഞാൻ വചനം കേൾക്കാൻ കയറിയോ എനിക്ക് വേണ്ടി ബ്രദർ ദൂത് പറഞ്ഞായിരുന്നു. പക്ഷെ ആ അലറുന്ന കടല് പോലുള്ള ആ ജീവിതം എന്റെ കർത്താവ് എനിക്ക് ശാന്തമാക്കി തന്നു. ഭയങ്കര ദൈവിക സമാധാനം എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ അനുഭവിക്കുന്നത്. യാതൊന്നും, ഒരു കാറ്റും കോളും എന്നെ ഏശാതെ വിധം എന്റെ മനസ്സിനും എന്റെ ജീവിതത്തിലോ തൊടാതെ വണ്ണം എന്റെ സ്വർഗത്തിലെ അപ്പൻ അത് ശാന്തമാക്കി തന്നു. പിന്നെ എന്റെ മക്കളെ കുറിച്ച് എനിക്ക് കുറച്ച് വേദന ഉണ്ടായിരുന്നു. 3 മക്കളുണ്ട് എനിക്ക്. പക്ഷെ അവരെ കുറിച്ചും ഇപ്പൊ എനിക്കൊരു ആവലാതിയില്ല. എല്ലാം കർത്താവിന്റെ കരങ്ങൾ എന്റെ സമാധാനം വലിയൊരു അനുഗ്രഹമാണ്. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ഓർമ്മ വച്ച കാലം മുതൽ അനുഭവിച്ച വേദനയ്ക്കകത്തും ദൈവവചനവും കൂട്ടായ്മയും മകളുടെ ഉള്ളത്തിൽ സമാധാനം കൊടുക്കാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. വളരട്ടെ ഇനി സമാധാനത്തിൽ സന്തോഷത്തോടെ സാക്ഷ്യങ്ങൾ പറയാൻ ഇടവരട്ടെ. ഇനിയും വർദ്ധിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. കർത്താവ് മുടി കൊഴിച്ചല് പറഞ്ഞില്ലേ ബ്രദറെ? മുടി കൊഴിച്ചല്, അത് മുടി കൊഴിഞ്ഞു പോവുകയാണ് ബ്രദറെ. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. കൈവച്ചോ ബ്രദറെ, അത് തഴച്ചു വളരും കേട്ടോ. അത് നമ്മൾ ഓർക്കും ഇത് സാധാരണ പോക്കല്ല. കൈവച്ചോ, അത് വർദ്ധിക്കും. നമ്മൾ രോഗത്തിന്റെ അടിമയല്ല, യേശുവിന്റെ കൈവച്ചോ. വലിയ വ്യത്യാസം കേട്ടോ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വരും. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു സിസ്റ്റർ. എന്റെ പേര് മേരി എന്നാണ്. ഒരു മിനിറ്റ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയുന്ന ആൾ, നിങ്ങളൊന്ന്, ഞാൻ പറയുന്ന ആളെ ഒഴികെ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുവാണേ. ഒന്ന് വെയിറ്റ് ചെയ്യണേ സാക്ഷ്യമുള്ളവരെ. പറഞ്ഞു. എന്റെ പേര് മേരി എന്നാണ്.
ഒക്ടോബർ 6, 2024 ബ്രദർ ഒരു പ്രാർത്ഥനയിൽ പറഞ്ഞായിരുന്നു, നീന എന്ന പേരുള്ള ഒരു മകള് ദൈവം സ്പർശിക്കുന്നു. അവളുടെ കുടുംബത്തിൽ അവൾക്ക് ഭാവിക്ക് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും ഇന്ന് മാറുകയാണ്. കർത്താവിന്റെ ഒരു വലിയ പ്രവൃത്തി ഇന്ന് നീനയിൽ നടക്കാൻ പോവുകയാണ്. നീനയെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. നാടുകളായിട്ട് അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരട്ടെ. ഞാൻ കാണുന്ന ആ കുടുംബത്തിന്മേൽ ഇന്ന് സകല അന്ധകാരങ്ങളെ ഇന്ന് മാറുകയാണ്. ബ്രദർ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അത് ഏറ്റെടുത്തു. നീന എൻ്റെ മോളാണ്, ഞാൻ അത് ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വചനം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വചനം, യഹോവയായ ദൈവം നീന ഏകയായിരിക്കുന്ന നന്നല്ല, ദൈവം എനിക്ക് തക്ക തുണിയെ നൽകിയതിനാൽ നന്ദി ദൈവമേ. പിന്നെ യെശയ്യാ 61:9, ജാതികളുടെ ഇടയിൽ എന്റെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ എന്റെ പ്രജയെയും അറിയും. നീനെ കാണുന്നവരൊക്കെയും യഹോവ അവളെ അനുഗ്രഹിച്ച സന്തതി എന്നറിയും. പിന്നെ ഞാൻ വേറെ 2 വചനങ്ങളും കൂടി പ്രാർത്ഥിച്ചായിരുന്നു. സങ്കീർത്തനം 121:2, യെശയ്യാവ് 61:9. ഇത് ദൈവം ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് ഒക്ടോബറിലാണ് ബ്രദർ പറഞ്ഞത്. ഡിസംബർ ആയപ്പോൾ അവൾക്കൊരു വിവാഹാലോചന വന്നു. ഒരു നല്ല കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു നല്ല മകന് ദൈവം വന്നു. നീനയ്ക്ക് ഭർത്താവായി ദൈവം തന്നു. മെയ്യില് എൻഗേജ്മെന്റ് ആയിരുന്നു. ഓഗസ്റ്റ് 23 വിവാഹം. അതിനു മുമ്പ് ഞാൻ ബ്രദറിന് വാട്സപ്പിൽ കൂടെ ഇങ്ങനെ ബ്ലെസ്സിങ്സ് ആൻഡ് പ്രയറിന് വേണ്ടിയിട്ട് ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു. വിവാഹമാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അങ്ങനെ സന്തോഷകരമായി വിവാഹം നടന്നു. നീനയും പിന്നെ നീനയുടെ ഭർത്താവ് 5 വർഷത്തെ തിയോളജി കോഴ്സിന് വേണ്ടി പഠിക്കാനായിട്ട് പോയി. 2 പേരും പോയിരിക്കുകയാണ് ഇപ്പോൾ. ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. നന്ദി കർത്താവ്. സിസ്റ്റർ ഇത് കേട്ടോണ്ടിരുന്നപ്പോ സിസ്റ്റർ മോളുടെ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഈ കാര്യങ്ങൾ വല്ലതും? ഇല്ല, ഞാൻ അന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങള് ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ ആരും പറഞ്ഞില്ല. സിസ്റ്റർ സൂമിലാണോ കേട്ടത്, യൂട്യൂബിലാണോ കേട്ടത്? ആക്ച്വലി എന്റെ ഹസ്ബൻഡ് ഇത് കേട്ടു. ഞാൻ പക്ഷെ അന്നില്ലായിരുന്നു. പക്ഷെ എന്നെ ജോലിക്ക് കൊണ്ടുവിടാനായിട്ട് പോകുമ്പോ ഇതെന്നെ വെച്ച് കേൾപ്പിച്ചു. അപ്പൊ ഞാൻ ഇതങ്ങ് ഏറ്റെടുത്തു. നെക്സ്റ്റ് ഡേയിലായിരുന്നു ഞാൻ കേട്ടത്. ഹസ്ബൻഡ് പക്ഷെ സൂമിൽ കേട്ടു. തീർച്ചയായിട്ടും ഇന്ന് കർത്താവിന്റെ കൃപയാൽ ഇതൊരു വലിയൊരു പ്രവചന നിവൃത്തിയാണ്. കേട്ട ആലോചനയുടെ നിവൃത്തി കേട്ടു. ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ മോളുടെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തി അവളുടെ ജീവിതത്തിൽ തടസ്സങ്ങളെ നീക്കി അനുഗ്രഹിക്കപ്പെട്ടു. നമുക്കറിയാം, നല്ല ഒരു കുടുംബജീവിതം കിട്ടുക എന്നുള്ളത് അനുഗ്രഹമാണ്, അല്ലെ? തക്ക തുണയെന്ന ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അത് കിട്ടുക എന്നുള്ളത് ദൈവാനുഗ്രഹത്തിലൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ. അത് കർത്താവിന് തക്കതായിട്ട്, തെറ്റായി പോകാതെ തന്നെ തക്കതായിട്ട് അത് കിട്ടി. അത് കർത്താവ് ആ തടസ്സത്തെ ആലോചനയിലൂടെ നീക്കി സാക്ഷ്യമാക്കുവാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാർക്കെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു. എന്റെ ഒരു റിലേഷൻ ആണ് തുളസി ചേച്ചി. തുളസി ചേച്ചിക്ക് ബ്രെയിനിൽ സ്ട്രോക്ക് വന്നിട്ട് ഒരു പ്രാവശ്യം അവരുടെ തലച്ചോറ് എടുത്ത് വെച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് അത് ശരിയായി പ്രവർത്തിച്ചു തുടങ്ങി. ഒരിത്തിരി ഭാഗം ഒരു കൈയും കാലും തളർച്ചയുണ്ടെങ്കിൽ ആള് പതുക്കെയൊക്കെ നടന്നു തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷമായി. വീണ്ടും 2-3 ദിവസം മുമ്പ് വീണ്ടും ഇതേപോലെ തന്നെ ആളുടെ തലയില് ബ്ലഡ് ലീക്കായി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, പ്രതീക്ഷയ്ക്ക് വക കുറവാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മിനിഞ്ഞാന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി ആ രോഗിയുടെ അടുത്ത്, പ്രതീക്ഷ നഷ്ടപ്പെട്ട ആ രോഗിയുടെ അടുത്ത് ധൈര്യപൂർവ്വം പോയി ഞാൻ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം സംഭവിച്ചു എന്നും അങ്ങനെ കുറെ നേരം അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് പോന്നു. അതിനുശേഷം വൈകുന്നേരം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അവർ ICUലേക്ക് മാറ്റാൻ പറഞ്ഞു. അത്ഭുതകരമായിട്ട് ഡോക്ടർ പറഞ്ഞു അവരുടെ തലച്ചോറിൽ നിന്ന് തലയിൽ നിന്ന് ആ ബ്ലഡ് വലിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ 2 ദിവസമായിട്ട് ICUലാണ് ആള്. ഡോക്ടർ ആ പ്രക്രിയ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആള് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരും യേശു എന്ന്. തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞത്
തീർച്ചയായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രതീക്ഷ അറ്റുപോയോടത്തൊന്നും ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ അത് തിരുത്തി പറഞ്ഞത് ചെയ്തുവെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു മെഡിക്കൽ സയൻസിന് തന്നെ അത്ഭുതമാകുന്ന രീതിയിൽ അത് മാറും. അങ്ങനെ തന്നെ പറഞ്ഞോണെ, മെഡിക്കൽ സയൻസിന്റെ അതൊരു അത്ഭുതമായി തീരും, അതേപോലെ ആ മകളായി തീരും തന്നെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഒരു സാക്ഷ്യം കൂടി ഉണ്ട് ബ്രദറെ. ഞാൻ സുവിശേഷം പറഞ്ഞ 4 വ്യക്തികള് ഈ വരുന്ന ശനിയാഴ്ച സ്നാനപ്പെടാൻ പോവുകയാണ്. ഒരു സന്തോഷം കൂടെ ഞാനിവിടെ അറിയിക്കുകയാണ്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവിന്റെ സുവിശേഷം കർത്താവിന്റെ നാമത്തിൽ അനേകർ അറിയട്ടെ, തകർന്ന ഭവനങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ, ഇതാളെ കൂട്ടുമല്ല, ഏതെങ്കിലും മതത്തിലേക്ക് കൂട്ടുമല്ല, ദൈവരാജ്യം വളരുകയാണ്. കർത്താവ് യേശു ലോകത്തിന് വേണ്ടിയാണ് മരിച്ചത്, മതത്തിന് വേണ്ടിയല്ല. അനേകരിലേക്ക് യേശുവിലേക്ക് സുവിശേഷം എത്തിക്കുക. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. കേട്ടില്ല. മോനിഷ. അവക്ക് ഒരു മോളും ഉണ്ട്. ഓ, ആ മകൾക്ക് വേണ്ടി പ്രത്യേക സിസ്റ്ററെ, മോനിഷയ്ക്ക് ഒരു മോളുണ്ടെന്നല്ലേ വെളിപ്പെടുത്തിയത്? ആ മകൾക്ക് വേണ്ടി നിങ്ങൾ ഈ മകളെ കേൾപ്പിക്കണം കേട്ടോ. അവളുടെ തലയ്ക്കകത്ത് ബന്ധപ്പെട്ട് രോഗമിട്ട് അവളെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു തന്ത്രമുണ്ട്. അവരൊന്ന് അറിയിക്കണം. ഞാനൊരു കൂടുന്ന പ്രാർത്ഥനയിൽ ഒരു ബ്രദറിലൂടെ വെളിപ്പെട്ടതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തി അറിയിക്കാൻ ഇടയാത്തിരുന്നു കേട്ടോ. കാര്യം ഇന്ന് ദൈവം എനിക്കൊരു അടയാളം പറഞ്ഞാണ്, ഒരു മോളുള്ള മകൾ എന്നാ പറഞ്ഞത്. മോനിഷയ്ക്ക് ഒരു മോളുണ്ട്. ആ കർത്താവ് ഒരു അടയാളം കാണിച്ചത്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറയണം, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ബ്രദറെ, ഞാൻ 2 വർഷമായി ഒരു ഭവനത്തില് ജോലിക്ക് പോകണ്ടായിരുന്നു. അപ്പം ബ്രദറിന്റെ ഈ ഗ്രൂപ്പില് ഞാനത് പങ്കെടുത്ത പിന്നെ എനിക്കിപ്പോ അങ്ങനെ എപ്പോഴും അങ്ങനെ ആ ജോലി മാറ്റിയിട്ട് സുവിശേഷത്തിലേക്ക് ഇറങ്ങാൻ ആ ഒരു ചിന്തയിലായിരുന്നു ഞാനിരുന്നത്. അപ്പോൾ അവിടെ ആ ആക്സിഡന്റ് വന്നൊരു സാറും മോനുമാണ് അതിന്റെ പോയായിരുന്നു. ഞാനത് അവിടെ ചെന്നപ്പോൾ പോലെ ബ്രദറിന്റെ സുവിശേഷം കേട്ട് ഞാൻ അതുപോലെ പറഞ്ഞു അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു 2-3 ആഴ്ച പനിച്ചതിന് ശേഷം ഒരു ആശുപത്രി ചെന്ന് ഫുള്ള് ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ ബോഡിയിൽ ഒരു രോഗവും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കൊടുക്കണത്, നിങ്ങൾ അതെല്ലാം ഞങ്ങൾക്ക് ഇട്ടു തരാൻ പറഞ്ഞു മൊബൈലിൽ കൂടെ, അവരുടെ സ്വന്തക്കാര്. അപ്പൊ ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്തു. ഞാൻ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തു. ഞാനാണ് ഗുളികയൊക്കെ എടുത്തു കൊടുക്കണം. അപ്പൊ ഞാൻ ഗുളിക എടുത്തിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമേ, എന്നെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നല്ല ഒരാൾ വരികയും ഇവരെ സ്നേഹിക്കുന്ന ഒരാൾ വരണം. അതുപോലെ തന്നെ അതിന് രോഗമില്ലെന്ന് സ്വന്തമായിട്ടെല്ലാം എടുത്ത് കഴിക്കാനും ചെയ്യാനുള്ള ഒരു കൃപ ദൈവം കൊടുക്കണം എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഈ ഭക്ഷണത്തിന്റെ ഇതെല്ലാം ഇട്ട് കൊടുത്തു അവർക്ക്. അതിനുശേഷം ഇന്ന് അവര് പോയി വേറെ ഹോസ്പിറ്റലിൽ, വലിയ ഹോസ്പിറ്റലിലാണ് പോണ, നല്ല സാമ്പത്തികമായിട്ടുള്ളവരാണ്. അപ്പൊ അവര് പോയി ചെക്ക് ചെയ്തപ്പോൾ ഇന്നും ബോഡിയിൽ ഒരു രോഗവും കാണുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുതം അങ്ങനെ പ്രവർത്തിച്ചു. രോഗികൾക്ക് വേണ്ടി കൈവച്ച് ഓ, ഇത് വലിയൊരു അത്ഭുതമാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്റർ 2 വർഷമായിട്ട് രോഗിയെ നോക്കാൻ വേണ്ടി പോയതാണ്. രോഗക്കിടക്കലായ രോഗിയാണ്. ആ രോഗിക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഈ വ്യക്തി സുഖമായി പോകും, ഞാൻ ഇവിടുന്ന് സുവിശേഷ വേല ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്ന് കേട്ടില്ലേ? അവസാനം ചെക്കപ്പിന് നടക്കിയപ്പോഴേക്കും അവിടുത്തേക്ക് ഇപ്പൊ രാജ്യത്തിൽ ഒരു രോഗത്തിന്റെ അംശമില്ല. നിങ്ങൾ എന്താണ് കൊടുത്തതെന്ന് ചോദിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് പോലും ഒരു പ്രശ്നമില്ല എന്ന് പറയേണ്ടതായി തീർന്നു. ആ രോഗസൗഖ്യത്തിന്റെ വരം വ്യാപരിക്കുന്നു. സിസ്റ്റർ, ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി പോകട്ടോ. അത്ഭുതങ്ങൾ. വെറുതെ പോയി സുവിശേഷം പറഞ്ഞ് ടാറ്റ പറഞ്ഞു പോകരുതേ. കൈവച്ച് കൽപ്പിച്ചോണം രോഗത്തോട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം കാണാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. കഴിഞ്ഞ ദിവസം എന്റെ അമ്മായിയമ്മ മരിച്ചുപോയി. അപ്പൊ ഞാൻ ഭവനത്തിൽ ചെന്നപ്പോ അവിടെ അനിയന്റെ മോള് 24 വയസ്സുണ്ട്. ആ കുഞ്ഞിനെ ഇരിക്കത്തുമില്ല നടക്കത്തുമില്ല. 2 ആഴ്ചയായിട്ട് അവൾ അതേ ഒരവസ്ഥയിൽ, ഇരുന്നാൽ എഴുന്നേക്കില്ല, എഴുന്നേറ്റാൽ ഇരിക്കില്ല. ആ ഒരവസ്ഥയിൽ ജനലെ പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു, ഒത്തിരി പേര് ഇങ്ങനെ ഓയിൽമെന്റ് ഒക്കെ എടുത്ത് തേച്ചു, അമ്മമാരെല്ലാം വന്നവര്. അപ്പൊ ഞാൻ പറഞ്ഞു, മോൾ ഇങ്ങോട്ട് വന്ന് എന്റെ അടുത്ത് ഇരിക്കെ.
എന്നോട് പറഞ്ഞു ഞാൻ ഇരുന്നാൽ ഞാൻ എഴുന്നേക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് സാരമില്ല, ദൈവം നിന്നെ തൊടൂന്ന് പറഞ്ഞു ഇരുത്തി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞു തുള്ളിയും ചാടിയും നടക്കണം, ഓടണം എന്ന് പറഞ്ഞു. അമ്മയുടെ ആവശ്യം തീരുന്നവരെ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവള് കുറച്ചു നേരം ഇങ്ങനെയൊക്കെ ഏന്തി നടന്നിട്ട് പിന്നീട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഈ കൊച്ചു ഭയങ്കര എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു. ഞാൻ പറഞ്ഞു ദൈവം നിന്നെ തൊട്ടു, തുള്ളിയും ചാടിയും ഇനി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ബന്ധുക്കളല്ല എന്നാൽ തന്നെ ആ കൊച്ചു നല്ല വിശ്വസിച്ചു. നന്ദി കർത്താവെ. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നടക്കാത്ത കുഞ്ഞായിരുന്നു, അവിടെ ഇരുന്ന കുഞ്ഞാണ്. പലരും വന്ന് തിരുമിയൊക്കെ നോക്കിയിട്ട് എണീറ്റില്ല, പക്ഷെ കൈവച്ചു പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതകരമായ സൗഖ്യത്തെ ഇന്ന് കാണാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അകത്ത മനുഷ്യനെ നിർജീവമാക്കാതെ, അതിനെ കൊല്ലാതെ, അകത്ത മനുഷ്യനെ നശിപ്പിക്കാതെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളിലൂടെ വലിയ പ്രവൃത്തികൾ ഒഴുകും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. പറഞ്ഞു പറഞ്ഞു ഞാനേ എന്തോ തൃശ്ശൂരിൽ നിന്ന് സുജാത സിസ്റ്ററാണ്. ബ്രദർ എനിക്ക് തൃശ്ശൂർ പ്രയറിന് കൂടി ഇപ്പൊ 2 സഹോദരിമാർ ഞങ്ങൾ 2 പേരും കൂടി നിൽക്കുമ്പോ പറഞ്ഞു ഇറങ്ങി തിരിച്ചോ, കർത്താവിന്റെ വലിയ ബ്ലെസ്സിങ് വരുന്നെന്ന് പറഞ്ഞു. കർത്താവ് വലിയ അത്ഭുതം ചെയ്യുന്നു, അഭിഷേകം ചെയ്യുന്നു, ഇറങ്ങിക്കോ, കർത്താവിന് വേണ്ടി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞത് ഓർമ്മയില്ല ബ്രദറെ. ഇന്ന് 4 വയസ്സായി കുട്ടി സംസാരിക്കില്ലായിരുന്നു ബ്രദറെ. കർത്താവിന്റെ കൃപയിൽ കർത്താവ് തൊട്ട് പ്രാർത്ഥിച്ചു, കർത്താവ് തൊട്ടു ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. അപ്പ അമ്മ ആപ്പിൾ എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി. 4 വയസ്സായി വരെ കുട്ടി ഭയങ്കര വയലന്റ് ആയിരുന്നു, സംസാരിക്കില്ല, ആക്ഷൻ കാണിക്കുള്ളൂ. അംഗനവാടി ടീച്ചർമാരൊന്നും പറ്റാത്ത വിധത്തിലായി. സ്കൂളിൽ കൊണ്ടുവന്നാക്കിയപ്പോ അവര് പറഞ്ഞു നിർത്താൻ പറ്റില്ല എന്ന്. 4 അംഗനവാടിയിൽ കൊണ്ട് ചേർത്തി, കുട്ടീനെ ആരും എടുത്തില്ല. അങ്ങനെ ഒരു അംഗൻവാടിയിൽ ചേർത്തി. ഇപ്പൊ LKG കൊണ്ടുപോയി ചേർത്തിപ്പോ ആ ടീച്ചർ പറഞ്ഞു ഇവിടെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവിന്റെ കൃപയിൽ കർത്താവ് തൊട്ടു, ആ കുട്ടി സംസാരിച്ചു തുടങ്ങിയപ്പോ ടീച്ചർ പറഞ്ഞു അവൻ നല്ല കുട്ടിയായി, ഇപ്പൊ അവൻ വയലന്റ് അല്ല, ഇപ്പൊ സമാധാനായി എന്ന് പറഞ്ഞു. ഓ സ്വോത്രം. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരികളെ പറഞ്ഞത്. വലിയ കൃപയാണ്. നിങ്ങൾ കേട്ട തൃശ്ശൂർ പ്രാർത്ഥനയെ വെച്ച് ദൈവാത്മാവ് ഇടപെട്ടു, ഇറങ്ങി പുറപ്പെട്ടു, ദൈവം പ്രവർത്തിക്കുമെന്ന്. നിങ്ങൾ കേട്ട 4 വയസ്സ് വരെ സംസാരിക്കാത്ത, മാറി മാറി അംഗനവാടി കൊണ്ടിരുത്തിയിട്ടും അവരെല്ലാം അവിടുന്ന് മാറ്റിവിട്ട് കൊച്ചിനെ കൊണ്ട് പറ്റത്തില്ല, ഭയങ്കര വയലന്റുമാണ്, മുണ്ടത്തും ഇല്ലാത്ത കൊച്ചായിരുന്നു. അവിടെ നഴ്സറി കൊണ്ടുവച്ചു, അവിടെ LKG കൊണ്ട് ചേർത്തു, ഒരു രക്ഷയില്ലായിരുന്നു. എന്നാൽ പ്രിയ സഹോദരങ്ങൾ പോയി പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ നാവ് തുറന്നു, ആ കുഞ്ഞിനെ പറ്റി സാക്ഷ്യം പറഞ്ഞു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, കർത്താവ് ഇടയാക്കി. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ഇറങ്ങി പുറപ്പെട്. വീടിന്റെ അകത്തിരുന്നാൽ ഒന്നും കാണാം. പറഞ്ഞു. നമ്മുടെ ചർച്ചിലെ തൃശ്ശൂരിന്ന് ഒരു സഹോദരൻ അയർലൻഡിലുണ്ട്. ആ മകൻ സൂമിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. എനിക്കറിയില്ല, ഒരു ദിവസം എന്റെ സാക്ഷ്യങ്ങൾ അറിയാം. ഈ ശരീരം മുഴുവനും കർത്താവ് വിടുവിച്ച ശരീരമാണ്, പുതിയ അവയവങ്ങൾ സൃഷ്ടിച്ചതാണ്. ആ ബ്രദറിന് അറിയാം എന്റെ സാക്ഷ്യങ്ങൾ. ആ ബ്രദർ പറഞ്ഞു സുജാസിസ് ഒന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. 98 ഡിവൈഡേഴ്സ് ഉണ്ടായിരുന്നതിൽ. അങ്ങനെ ഞാൻ എന്റെ സാക്ഷ്യം, ഞാൻ ടെറസിന്റെ മുകളിൽ നിന്ന് വീണിട്ട് നട്ടെല്ലിന്റെ 3 L1 L2 L3 3 ബോണ് പൊട്ടി 1 വർഷം കിടന്ന ആളാണ്. അതിലൊരു ബോൺ ഒരു മുഴ പോലെയായിരുന്നു. അത് എന്നെ ഇന്ന് ആ മുഴ നിവർന്ന്, നട്ടെല്ല് നിവർന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയിരുന്നു കർത്താവ്. അപ്പോ ആ സാക്ഷ്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയർലാൻഡിൽ നിന്ന് ഒരു സഹോദരൻ നട്ടെല്ല് ആക്സിഡന്റ് പറ്റിയിട്ട് തളർന്നിരിക്കുകയായിരുന്നു. ആ സഹോദരൻ അപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു ബ്രദറെ. ഓ നന്ദി കർത്ത. ഇത് വലിയൊരു സാക്ഷ്യം കൂടെ സഹോദരി പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ലേ, വീഴ്ച നിമിത്തം നട്ടല് കംപ്ലൈന്റ് ആയിട്ട് ഒരു മുഴ പോലെ നിന്നു. പ്രാർത്ഥനയിൽ യേശു സൗഖ്യമാക്കി, അത്ഭുതം ചെയ്തു, ആരോഗ്യം കൊടുത്തു. ആ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ അയർലൻഡില് ആക്സിഡന്റിൽ കടന്ന രോഗി പൂർണ്ണ സൗഖ്യമായി. കണ്ടോ, നിങ്ങളൊരു സാക്ഷ്യം പറയുമ്പം ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ സഹോദരി? ഇനി ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇനി ഇരിക്കാൻ പറ്റത്തില്ല, ഇറങ്ങി പുറപ്പെട്ടോണം ബ്രദറെ. ഇനി എന്റെ ഹസ്ബൻഡിന്റെ സഹോദരന് ക്യാൻസർ ആയിരുന്നു തൊണ്ടയില്. ഒരു 6 മാസം മുന്നേ ക്യാൻസറാണ് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ചെന്നപ്പോ ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഹസ്ബൻഡും കൂടി പ്രാർത്ഥിച്ചു. ആൾക്ക് കീമൊക്കെ ചെയ്തു. ഇന്ന് പൂർണ്ണ സൗഖ്യമായി. ഇപ്പോഴും മാസം ചെക്കപ്പ് നടത്തുന്നുണ്ട്. പൂർണ്ണ സൗഖ്യം വന്നു. ഇപ്പൊ അതിന്റെ സിംറ്റംസ് ഒന്നും ഇല്ല. പക്ഷെ ഇപ്പോ ആളുടെ ഭാര്യയ്ക്ക്, വൈഫിന് ബ്രസ്റ്റില് ക്യാൻസറാന്ന് പറഞ്ഞു.
അപ്പൊ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നല്ല പോലെ മോള് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവര് വൈകിട്ടാണ് അറിഞ്ഞതും എന്നെ അറിയിച്ചതും വൈകിട്ടാണ്. പക്ഷെ അപ്പൊ CT സ്കാൻ ചെയ്തപ്പോ പറഞ്ഞു ഇനി ഇത് PET സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ വെള്ളിയാഴ്ച സർജറിക്ക് വേണ്ടി വ്യാഴാഴ്ച അഡ്മിറ്റ് ആക്കിയപ്പോ അവര് പറഞ്ഞു ഒരു PET സ്കാൻ കൂടി ചെയ്യണം. അപ്പൊ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവ് അത്ഭുതം ചെയ്യും. അപ്പൊ സർജറി വേണ്ടാന്നാക്കിയിട്ട് ഈ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കർത്താവ് അത്ഭുതം ചെയ്യാൻ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ പോയി PET സ്കാൻ ചെയ്യാൻ പോയപ്പോ ബ്രദറെ ഒരു വേദനാജനകമായ ഒരു കാര്യം നടന്നു ബ്രദറെ. ആളുടെ മകളുടെ ഭർത്താവ് ഇന്നലെ ആക്സിഡന്റിൽ മരിച്ചു, ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ കർത്താവിന് കൊടുത്തിട്ടുള്ള കുടുംബാണ്. അതൊരു വേദന വന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ, ഞാൻ പറഞ്ഞില്ലേ ഈ ദിവസങ്ങളിൽ അവരെ ബലപ്പെടുത്തിക്കോണം. പിശാചിന്റെ പ്രവർത്തികളിൽ നിന്നും അവരെ വിടിവിക്കുവാനാണ് കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തത്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന എത്രത്തോളം വേണം? ഒരു ഭവനത്തിൻ്റെ അകത്ത് നഷ്ടങ്ങളെ സംഭവിക്കാതിരിക്കാൻ ബൈബിളിൽ യേശു ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കുമെന്നാണ് പറഞ്ഞത് സിസ്റ്ററെ. അപ്പോൾ സിസ്റ്റർക്ക് സൗഖ്യമാക്കാൻ വേണ്ടി മാത്രമല്ല, ഇനി മുതൽ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള വ്യക്തികളെയൊക്കെ മുദ്രയിട്ട് പ്രാർത്ഥിച്ചോണം, അവരെ പൊതിഞ്ഞ് പ്രാർത്ഥിച്ചോണം. ദുഷ്ടൻ നോക്കി ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നു, അത് സൗഖ്യമായപ്പോൾ അടുത്ത വ്യക്തിയുടെ മേൽ ക്യാൻസർ വന്നു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത വ്യക്തിയെ കൊടുക്കുക. അപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ പിശാചിൻ്റെ അറ്റാക്കുകളുണ്ട്. നിങ്ങൾ ഭയപ്പെടരുത്, അധികാരമുള്ളവർ ആ കുടുംബത്തിൽ കയറി പറയണം, ഇനി കർത്താവേ ഒരു ദുഃഖ വാർത്തയോ മരണവാർത്തയോ രോഗവാർത്തയോ ഇനി ആ ഭവനത്തിൽ നിന്ന് പൊങ്ങത്തില്ല. ആ വചനം അങ്ങോട്ട് പറഞ്ഞതിനെ അങ്ങ് ഉറപ്പിച്ചോണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങളാണ് ഇനി പുറപ്പെടേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ളത് നിങ്ങളിലാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭവനത്തെ മുദ്രയിട്ടോണം. ഞാൻ ഈ ഭവനത്തിൽ വന്നു നിമിത്തം ഈ ഭവനത്തിൻ്റെ അകത്ത് അനർത്ഥം ഇനി കയറത്തില്ലെന്ന് പറഞ്ഞോണം. അത് ഉറപ്പായിട്ടും നിങ്ങൾ പറയണം. നിങ്ങളുടെ അകത്തിരിക്കുന്ന അധികാരം കുടുംബത്തിൻ്റെ മേൽ വ്യാപരിക്കാൻ ഇടയായിത്തീരും. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കുടുംബത്തെ ബലപ്പെടുത്തിക്കോണേ. ഇനിയും അനർത്ഥം കയറാതെ വണ്ണം നിങ്ങളവിടെ പൊതിഞ്ഞ് പ്രാർത്ഥിച്ചോണം കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷിയുണ്ട്? വേഗത്തിൽ പറഞ്ഞു. ബ്രദറെ, ഞാൻ ഇന്നലെ ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് ഭൂമിയുടെ കുരുക്കഴിക്കുന്നു എന്ന് ബ്രദർ പറഞ്ഞിരുന്നു. ഞാനത് തമിഴ്നാട്ടിലെ പ്രോപ്പർട്ടിക്ക് വേണ്ടി അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. ഇന്ന് അതിന്റെ എന്റെ ബ്രദർ, ഞാൻ അവിടെ ഇല്ല, ഞാൻ UK-യിലാണ്. എന്റെ ബ്രദേഴ്സ് ഒക്കെ പോയി അത് സംസാരിച്ചു. അതിന്റെ ടോക്കണായിട്ട് മിറക്കിളായിട്ട് എന്റെ അക്കൗണ്ടിൽ ടോക്കൺ എമൗണ്ട് വന്നു. തുടർന്നും പ്രാർത്ഥിക്കണേ. കുറച്ച് നാളായിട്ട് ഇതൊരു ബന്ധനം പോലെ, ഇത് ഒട്ടും സെയിൽ ചെയ്യാനോ ഒന്നും പറ്റാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ കർത്താവ് ഇന്നലെ ആ കുരുക്ക് അഴിച്ചു. വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ. ഇന്നലെയാണ് പ്രവചനാലോചന പറഞ്ഞ കുരുക്കുകൾ സ്ഥലത്തിന്റെ മേലെ അഴിയുവാന്നല്ലേ? അതെ. എനിക്ക് വന്ന വേറെ എന്തൊക്കെയോ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞായിരുന്നല്ലോ, അതിന്റെ ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ. ആ ആലോചനയാണോ? 2 ആലോചന വന്നായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കൂടുതലും കാര്യങ്ങൾ അതിന്റെ. ഞാനത് ഏറ്റെടുത്തതാ പക്ഷെ അവസാനം ഞാനത് ഏറ്റെടുത്ത ഭൂമിയുടെ എന്റെ വിഷയം നിങ്ങൾ കേട്ടോ. നാളുകളായിട്ട് ചലിക്കാത്ത വിഷയമായിരുന്നു. ഇന്നലെ ആലോചന ഏറ്റെടുത്തപ്പോൾ തന്നെ ഇന്ന് അതിന്റെ ടോക്കൺ വന്നു. ഇന്ന് അതിന്റെ മേൽ ചലനമുണ്ടായി. നമ്മുടെ നന്മ അനുഭവിക്കാതെ എവിടെയൊക്കെയാണോ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അതിനെല്ലാം തകർക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇനി അത് വലിയൊരു സാക്ഷ്യമായിട്ട് മാറും കേട്ടോ. ഫിനാൻഷ്യൽ ഡോർ തുറക്കുക. ഇതൊരു അടയാളവാ കേട്ടോ. എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു സിസ്റ്ററെ, ധൈര്യമായിട്ട് പറഞ്ഞു. അതെ, എന്റെ കാല് ഭയങ്കരമായിട്ട് വളഞ്ഞിരിക്കായിരുന്നേ. അത് ഞാൻ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോ തുടങ്ങി ഭയങ്കര ഒരു ചൂട് പോലെ വന്നു. ഇപ്പൊ കാല് രണ്ടും നീർന്നു. എത്ര നാളുടെ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? നിങ്ങൾ ഇത് കേട്ടെ, 20 കൊല്ലമായിട്ട്. ഇപ്പൊ 60 വയസ്സുണ്ട്. അയ്യോ, നിങ്ങളിത് വലിയ സാക്ഷ്യ. സൗകര്യം നാട്ടിലെവിടെയാ? കേരളത്തിലെവിടെയാ? ചാലക്കുടി. തൃശ്ശൂര് പ്രാർത്ഥനയെ വരണം കേട്ടോ. പഴയ വല്ല ഫോട്ടോ ഉണ്ടേ കൊണ്ടുവരണേ. എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടെ, കാല് 20 വർഷമായിട്ട് വളഞ്ഞിരുന്നയാളല്ലേ? ഇപ്പൊ കാലെങ്ങനെയുണ്ട്? കാലിന്റെ പാദം വളഞ്ഞിരുന്നാണ്, ഇപ്പൊ നിവർന്നിരുന്നു. അതായത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ശരീരത്തിലേക്ക് ഒരു ചൂട് വെളിപ്പെട്ടു. വളഞ്ഞിരുന്ന അസ്ഥി അല്ലെങ്കിൽ അതിന്റെ എല്ല് നേരെയായി. ഇപ്പൊ അതല്ലേ സംഭവം പറഞ്ഞത്?
ഓ സ്വോത്രം, യേശുവിന്റെ നാമത്തിൽ. സിസ്റ്റർ ഇത് നേരി കാണണം കേട്ടോ. ഈ സാക്ഷ്യം പറഞ്ഞ ആളെ നേരി കാണണം. കർത്താവ് ഇത് അനേക കാലുകൾ നടക്കാൻ വയ്യാത്തവർക്ക് ഇത് കേൾക്കുന്ന ചെന്ന് കഴിഞ്ഞ സൗരി പറഞ്ഞ പോലെ തന്നെ കിടപ്പ് രോഗി എണീറ്റയാളുടെ സൗഖ്യം കേട്ടപ്പോൾ ചാടി എണീറ്റെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അത്ഭുതം ഉണ്ട് കേട്ടോ. സൗരി എത്ര വയസ്സായെന്നാ പറഞ്ഞത്? ആന്റി എത്ര വയസ്സായിപ്പോ? 60 വയസ്സ്. 60 വയസ്സ്. അപ്പൊ 20 വർഷമായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലിൽ അല്ലേ? 28 വയസ്സിൽ തുടങ്ങിയതാ എനിക്ക് കാല് വളച്ചില്. 28 വയസ്സ് തുടങ്ങിയ വളവ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, 18 വർഷമായി സാത്താൻ കൂനിയാക്കി ബന്ധിച്ച സ്ത്രീയെ യേശു സൗഖ്യമാക്കിയതുപോലെ 25-ാം വയസ്സിൽ തുടങ്ങിയതല്ലേ ഈ വളവ്? 28 വയസ്സിൽ 28 തുടങ്ങിയ വളവ് 60 ആയപ്പോ യേശുവിന്റെ നാമത്തിൽ ആ കെട്ട് തമ്പുരാൻ പൊട്ടിച്ചു. കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ രോഗസൗഖ്യത്തിന്റെ വരം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, വചനത്തിന്റെ ശക്തി എത്രയും പ്രധാനപ്പെട്ടതാണ്. സിസ്റ്ററെ ഈ സാക്ഷ്യം നേരിട്ട് കേട്ടോ. ഇനി തൃശ്ശൂര് നമ്മുടെ പ്രാർത്ഥന വെക്കുന്നുണ്ട്, അത് നേരത്തെ ഒന്ന് നമ്മുടെ പ്രെയർ ലൈനിലേക്ക് ഒന്ന് അറിയിക്കണം. എനിക്കറിയാം ഒത്തിരി തിരക്കാണ് നമ്മൾ വരുമ്പോഴെല്ലാം, പക്ഷേ സാക്ഷ്യം മിസ്സാക്കരുതേ. അത്ഭുതത്തിന്റെ ദൈവമേ, ഈ സാക്ഷ്യം കേൾക്കുന്നതോട് ഞാൻ പറയുന്നു, നിങ്ങൾ സന്തോഷിക്ക്. യേശു നമ്മുടെ ഇടയിൽ വലിയ പ്രവൃത്തികളെ ചെയ്യുന്നല്ലോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. പ്രെയർ ലൈനിലേക്ക് ഇപ്പൊ തന്നെ കേട്ടോ അത് ബന്ധപ്പെട്ടോണേ. ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി മുമ്പിൽ ഒരു നാണക്കേടും വിചാരിക്കരുത്. പിശാചിനെ നാണം കെടുത്തണം. നമ്മൾ യേശുവിനെ ഉയർത്തുമ്പോൾ തമ്പുരാൻ നമ്മളെ അങ്ങോട്ട് മാനിക്കും. ആരെയും പേടിക്കണ്ട. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ? 1-2 വാക്യം പെട്ടെന്ന് പറഞ്ഞു, നമ്മുടെ സമയം ഒത്തിരി മുന്നോട്ട് പോയേ. ധൈര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ആ ഒരു സഹോദരി നമ്മുടെ ഇതിൽ തന്നെ പങ്കെടുക്കുന്ന സന്ധ്യ ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു. കാരണം ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, മോള് ജിമ്മിലൊക്കെ പോയിട്ട് വരുമ്പം ആകെ അങ്ങ് ടയേർഡായിട്ട് വരുന്ന, പിറ്റേന്ന് പോണോന്ന് പോലും ഇല്ല, ഒട്ടും ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും, ഒന്ന് പ്രാർത്ഥിക്കുമോ മോളെ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്രദർ എന്ന് പറഞ്ഞാണെങ്കിൽ ഇച്ചിരി വെള്ളം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോണിൽ കൂടെ തന്നെ വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു പൂർണ്ണമായിട്ടൊന്ന് റിക്കവറായി, നല്ലൊരു ഫ്രഷ് ആയെന്ന് പറഞ്ഞാള്. നന്ദി കർത്താവേ, എല്ലാ ബുദ്ധിമുട്ടും മാറ്റിയ കൃപയ്ക്ക് നന്ദി. അപ്പൊ യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. ഇനിയും സാക്ഷ്യം എന്തോ പറഞ്ഞു പറഞ്ഞു. അതെ, എന്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ ഇന്നലെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഇത് അന്യഭാഷ പ്രാർത്ഥന ഞാൻ ഫോൺ ഓണാക്കാതെ തന്നെ കേട്ടത് പറഞ്ഞായിരുന്നു. അപ്പൊ ആ കൂടെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇത് സ്മൂത്തായി പോയായിരുന്നു. അതുകൊണ്ടാണ് എന്റെ മോന്റെ കുഞ്ഞ് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റിട്ട് അതിന് കാല് നിലത്ത് കുത്തത്തില്ല, കയ്യിലും കാലിലും വിരലിലെല്ലാം ഇങ്ങനെ ചുമപ്പ് പാടായിരുന്നു. എന്നിട്ട് അതിന്റെ മുഖമെല്ലാം അങ്ങ് വീങ്ങി നീരായിരുന്നു. ഇപ്പം വെള്ളമൊന്നും ഇറക്കത്തില്ല, ഉമിനീരൊന്നും വിഴുങ്ങത്തില്ലായിരുന്നു. ഭയങ്കര പനിയായിരുന്നു. ഇപ്പം ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു തക്കാളിപ്പനിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് ആരാധനയ്ക്ക് ഞാൻ ഡെലിവറൻസിലാണ് പോണത്. ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞ് കുഞ്ഞിന്റെ തല കൈവച്ച് ഞാൻ മോന് അവർക്കെതിരാണ്, അവര് പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് എതിരാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഞാൻ എന്നാലും കുഞ്ഞടുത്ത് വരുമ്പോൾ അതിന്റെ തലേ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുക്കർത്താവിന്റെ അടുപ്പിനെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം തന്നതിനായി സ്തോത്രം സ്തോത്രം എന്നും പറഞ്ഞ് നന്ദിയപ്പ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നേരം ഞാൻ എന്നും പ്രാർത്ഥിച്ച് വചനം വായിച്ചിട്ട് പോട്ടു. അപ്പൊ എനിക്ക് ഉള്ളിൽ ദൈവം ഭയങ്കര ധൈര്യം തന്നു. കുഞ്ഞിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അന്നേരം കുഞ്ഞിന്റെ അടുത്ത് ചെന്നു, മോന്റെ അടുത്ത് ഇരിക്കുകയെന്ന് കുഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛമ്മ മോന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞ് ചാടി എൻ്റെ തോളെ കയറി. ഞാൻ കുഞ്ഞിന്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. യേശു കർത്താവിന്റെ അടിപ്പണ കുഞ്ഞിന് സൗഖ്യം പൂർണ്ണ സൗഖ്യം തന്നെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു ബ്രദറെ. ഇപ്പൊ മോൻ ഇറങ്ങി പിന്നേലോട്ട് പോകുന്നു. മോന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അവൻ വല്ലതും പറയുമെന്ന്. പക്ഷെ ഒന്നും മിണ്ടില്ല, പുള്ളി ഇറങ്ങി അങ്ങ് പോയി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ വരുമ്പോഴും എല്ലാം ഞാൻ പ്രാർത്ഥിച്ച്, പോണ വഴിക്കെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണെങ്കിലും ചൊവ്വാഴ്ച മുതൽ കുഞ്ഞോടി നടക്കാനൊക്കെ തുടങ്ങി. ഇന്നലെ മുതൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. വെള്ളം പോലും ഇറക്കത്തില്ലായിരുന്നു, വായിക്കാത്ത തൊണ്ടയിലൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു വിഷമമായിരുന്നു കാണുമ്പോൾ. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, സൗഖ്യം കൊടുത്തു തന്നു. ഇന്നലെ മുതൽ സൈക്കിളൊക്കെ കയറാനില്ല, ഇന്ന് പൂർണ്ണമായിട്ട് മാറി കിട്ടി. ഇന്നലെ മുറ്റത്തൂടെ ഇറങ്ങി സൈക്കിളെല്ലാം ചവിട്ടി നടന്ന് ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, നോർമലായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. ഞാൻ അടുത്ത് വരുമ്പോ എല്ലാം കർത്താവിന്റെ ആമേൻ. തീർച്ചയായിട്ടും സഹോദരി പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. നിങ്ങൾക്ക് അധികാരമുണ്ട്, ഉപയോഗിക്കുക. അത്ഭുതങ്ങളുടെ ദൈവം, വഴികളെ തുറക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും സാക്ഷ്യം തുറക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ വേഗത്തിൽ പറഞ്ഞു. ബ്രദറെ സക്കറിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ ബ്രദറെ. സക്കറിയ
സക്കറിയ പറഞ്ഞു സക്കറിയയുടെ കാര്യം ഒരു വീട്ടില് 10-12 വർഷത്തിന് മുമ്പ് 2 മരണം നടന്നു എന്നൊക്കെ. എന്റെ പിതാവാണ് സക്കറിയ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അത് 6 മാസം കഴിഞ്ഞ് അമ്മയും മരിച്ചു. അതാണ് ഞാൻ പറയാൻ വന്നത്. ഏറ്റവും ദിവസത്തെ ആ മരണത്തിന്റെ മുമ്പിൽ കയറി കൂടിയ സകല പിശാചുക്കളും ഇന്ന് ഇറങ്ങുമോ കേട്ടോ കുടുംബത്തിൽ നിന്ന് കേട്ടോ. അതിന്റെ അടയാളങ്ങളെ ഈ ദിവസങ്ങളിൽ കർത്താവ് കാണിക്കും. നന്മ കയറും അകത്തോട്ട് കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നന്ദി. ഞാനേ ഈ 4 വയസ്സായ കുട്ടി സംസാരിച്ച സാക്ഷ്യം പറഞ്ഞില്ലേ ബ്രദറെ, ഈ കുട്ടിയുടെ അമ്മയുടെ അമ്മയ്ക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. ഭയങ്കര 2 വർഷമായിട്ട് ഡിപ്രഷൻ ആയിരുന്നു. അപ്പൊ സുജാത നമ്മൾ അംഗനവാടിയിൽ വന്നിട്ടാണ് പരിചയപ്പെട്ടത്. അപ്പൊ സുജാത നമുക്ക് സിനിമയ്ക്ക് പോവാം. അപ്പൊ ഞാനൊരു എത്രയോ 6-7 വർഷം മുന്നേ സിനിമ കണ്ടിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഈ സിനിമയൊന്നും ഇഷ്ടമല്ല, ഞാൻ സിനിമയ്ക്ക് പോവില്ല. പക്ഷെ അവളുടെ ഡിപ്രഷൻ മാറാൻ വേണ്ടി സുജാത നമുക്കൊരു എൻജോയ് എന്തെങ്കിലും വേണം, എനിക്ക് എന്റെ കൂടെ വരാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് സിനിമ ഇഷ്ടല്ല, പക്ഷെ ഇവളെ നേടേണ്ടതിന് ഞാൻ പോകണം. കർത്താവേ ഞാൻ സിനിമയ്ക്ക് അവളുടെ കൂടെ പോയി പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധാത്മാവേ ഞാൻ അവളിലേക്ക് പോകാനല്ല, അവളെ എന്നിലേക്ക് വരണം, കർത്താവിനെ അറിയണം, അതിനുവേണ്ടി ഞാൻ ഇവളുടെ കൂടെ വന്നേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഒരു സിനിമയ്ക്ക് പോയി. പിന്നത്തെ ആഴ്ച വീണ്ടും അവള് സിനിമ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു സുജാത വരണം എന്ന് പറഞ്ഞു. 2ാമത് ഞാൻ സിനിമയ്ക്ക് പോയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, കർത്താവ് എനിക്ക് ഇവളെ നേടേണ്ടതിന് ഞാൻ വരുന്നത്, എനിക്ക് ഇഷ്ടല്ല, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. 3ാമത് സിനിമയ്ക്ക് ബുക്ക് ചെയ്യണയാൾ മുന്നേ അവൾ എന്നോട് ചോദിച്ചു, സുജാത എന്റെ കൂടെ കർത്താവിലേക്ക് വന്നു. ഇപ്പൊ അവളുടെ ഡിപ്രഷൻ മാറി, ഇങ്ങനെയുള്ള സിനിമ ദുശീലങ്ങളെല്ലാം മാറി. എൻജോയ് ചെയ്യാൻ പുറത്തേക്ക് പോണതിന് പകരം കർത്താവിനോട് കൂടെ ആരാധിക്കുന്നത് ഏറ്റവും വലിയ എൻജോയ് എന്ന് പറഞ്ഞു ബ്രദറെ. തീർച്ചയായിട്ടും ഇന്ന് ബസ് പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുമല്ല, പക്ഷേ കർത്താവിന്റെ നാമത്തിൽ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു. പക്ഷേ സിസ്റ്റർ പറഞ്ഞു, കർത്താവ് ഞാൻ അവളിലേക്ക് പോകാൻ വേണ്ടിയല്ല, അവൾ യേശുവിലേക്ക് വരാൻ വേണ്ടി ഒരു മുഖാന്തരമാണെന്ന് പറഞ്ഞു. ആ മകള് അവസാനം യേശുവിലേക്ക് വരാൻ ഇടയായി തീർന്നു. നമുക്കറിയാം നമ്മുടെ മനസ്സിലെ ഡിപ്രഷൻ ഇത് രോഗമാണ്, ശരീരത്തിൽ വരുന്ന പോലെ തന്നെ രോഗമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളെ കൽപ്പിക്കുവാൻ ആ മകൾ യേശുവിലേക്ക് വരുവാൻ ഇടയായി തീർന്നല്ലോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോളാം. ഞാൻ ഒന്നുകൂടെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് സമയം മുന്നോട്ട് പോയി നാളെ നമ്മുടെ ബാക്കി സാക്ഷ്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് കേൾക്കാം. എനിക്ക് ഒത്തിരി സാക്ഷ്യം ഇന്ന് തുറക്കുന്ന കർത്താവ് വലിയ ഞാൻ ഓവർഫ്ലോ ഇന്ന് പരിശുദ്ധാത്മാവിലുണ്ടായിരുന്നു. വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. നാളെ നമുക്ക് ബാക്കി സാക്ഷ്യങ്ങളെ കേൾക്കാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചോണേ. നിങ്ങൾക്ക് വേണ്ട ആലോചനകളെ അതിൻ്റെ അകത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് വൻ കൃപകളാൽ നടക്കട്ടെ. യൂട്യൂബിലും എല്ലാം ലൈവിൽ കാണുന്നവർ നിങ്ങൾ ഈ ഷെയർ ചെയ്യുക. നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ കൊടുക്കുന്നത് വചനമാണ്, യേശുവിനെ കൊടുക്കുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഈ ദിവസങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ വിതയ്ക്കുവാൻ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയല്ല. വീണ്ടും ഞാൻ പറയുന്നത് പിരിവല്ല, ഒന്നുമല്ല. വിതച്ചവരോട് ഞാൻ പറയുന്നു, വിതയ്ക്കുന്നവനെ കൊയ്യുവാൻ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ദശാംശങ്ങൾ ഓഹരികളായിക്കോട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി അനേകിടങ്ങളിൽ ഓടുവാൻ കർത്താവ് ഉപയോഗിക്കും. അതിനുവേണ്ടി നമ്മൾ ഈ സുവിശേഷം കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല, ഈ ദിവസങ്ങളിൽ യൂറോപ്യൻ മിഷൻ UK പല ഭാഗങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി ക്രമീകരിക്കുന്നു. ആ പലയിടങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ ഒരുമിച്ചാണ്, നമ്മൾ വിതച്ചവരും പ്രാർത്ഥിച്ചവരും അവിടെ പ്രസംഗിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മളെല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. വിതച്ചവരും പ്രാർത്ഥിച്ചവരും വിശ്വസിച്ചവരും ഏറ്റുപറഞ്ഞവരും എല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. ആ ഒരുമയാണ് നമ്മുടെ ശക്തി. കർത്താവിൽ ഞാൻ വിതച്ചവരെ ബ്ലെസ് ചെയ്യുന്നു. ജോലിയിലും ബിസിനസ്സിലും വർധനവുണ്ടാകും. സാമ്പത്തിക കുരുക്കുകൾ ഞെരുക്കങ്ങളൊക്കെ മാറും. കാര്യം കർത്താവിൽ വിതയ്ക്കുന്നവൻ കൊയ്യുക തന്നെ ചെയ്യും. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ഞാൻ ബ്ലെസ് ചെയ്ത്